رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ഞാൻ വായിക്കുന്നത് മുമ്പൊരിക്കൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ കിതാബ് ഓൺലൈനായിട്ട്. പക്ഷേ ഇത് വളരെ ആവശ്യമായ വിഷയവും അതുപോലെ തന്നെ അന്ന് റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടും ഒന്നുകൂടി വായിക്കാം എന്ന് കരുതിയിരുന്നതാണ്. ഇമാം അബൂബക്കർ അൽ ഖല്ലാൽ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള അൽ ഹസ്സു അല തിജാറ എന്ന കിതാബ് ചെറിയൊരു റിസാലയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഹിജ്റ 300-കളിൽ അല്ലെങ്കിൽ 310-11 കാലയളവിൽ മരണപ്പെട്ട 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിജ്റ 200-300 ഇടയിൽ ജീവിച്ചിരുന്ന വലിയൊരു ഇമാമാണ് ഇമാം അബൂബക്കർ അൽ ഖല്ലാൽ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇമാം അഹ്മദിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ്. വലിയ ഇമാമാണ് ഹംബലി മദ്ഹബിലെ. അദ്ദേഹമാണ് ആദ്യമായി ഹംബലി മദ്ഹബിലെ ഒരു കിതാബ് രചിക്കുന്നത്. ഇമാം അഹ്മദിൻ്റെ ഖൗലുകൾ അവലംബിച്ച് അൽ ജാമിഉ ഫിൽ ഫിഖ് എന്ന് പറയുന്ന കിതാബ് എഴുതിയത് അദ്ദേഹമാണ്. അതിനെ അവലംബിച്ചാണ് പിന്നീട് ഹംബലി മദ്ഹബ് വികസിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദിൻ്റെ ശിഷ്യന്മാരെ അന്വേഷിച്ച് നടന്ന് അവരുടെയൊക്കെ അടുത്തുനിന്ന് ഇമാം അഹ്മദിൻ്റെ റിവായത്തുകൾ ശേഖരിച്ചാണ് അദ്ദേഹം ഈ കിതാബ് എഴുതുന്നത്. ആ കിതാബിൻ്റെ ഒരു ഭാഗമാണ് ഈ അൽ ഹസ്സു അല തിജാറ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം മഈശത്തുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, അതുപോലെ മറ്റു വരുമാന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള, അതുപോലെ മറ്റു ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അസറുകൾ, പ്രധാനമായും ഇമാം അഹ്മദിൻ്റെ അസറുകളാണ് ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതിൽ അസറുകൾ സഹീഹാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇമാം അഹ്മദിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ നിന്ന്. അവരെല്ലാവരും അറിയപ്പെട്ട ഇമാമിയങ്ങളാണ്. അവരുടെ ഉസ്താദ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആലയാണ്. അദ്ദേഹം പറയുന്നു, സനദ് ഉദ്ധരിച്ചതിന് ശേഷം, അഥവാ അബൂബക്കർ ഖല്ലാലിൻ്റെ ഈ കിതാബ് തുടങ്ങുന്നത് സനദ് കൊണ്ടാണ്. വലിയ നീണ്ട സനദാണ്. കാരണം മുൻഗാമികൾ അങ്ങനെയാണ് അവർ കിതാബുകൾ എഴുതുക. കിതാബ് എപ്പോഴാണോ എഴുതുന്നത്, ആ എഴുതുന്നയാൾ ആ കിതാബ് ആദ്യം എഴുതിയ ആളുടെ അറ്റം വരെയുള്ള സനദ് പറയും. അഥവാ ഈ കോപ്പി എഴുതിയ ആൾ ഖല്ലാലല്ല, ഖല്ലാൽ പറഞ്ഞു കൊടുത്തതാണ്. അത് കേട്ട് 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 പിൻഗാമികളായിട്ടുള്ള ആളുകളാണിത് എഴുതി വെക്കുന്നത്. എഴുതി വെച്ച ആളുകളുടെ സനദാണ് കിതാബിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. അങ്ങനെ സനദ് പറഞ്ഞതിന് ശേഷം ഖല്ലാൽ റഹിമഹുല്ലാഹ് പറയുന്നു, ഖാല ഹദ്ദസനാ അബൂബക്കർ അൽ മർറൂദി. അബൂബക്കർ അൽ മർറൂദി ഇമാം അഹ്മദിൻ്റെ ശിഷ്യനാണ്. ഖാല സമിഅ്തു റജുലൻ യഖൂലു ലി അബി അബ്ദില്ലാഹ് റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദിനോട് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നി ഫി കിഫായ. ഒരാൾ ഇമാം അഹ്മദിനോട് പറഞ്ഞു, ഇന്നി ഫി കിഫായ, ഞാൻ ആവശ്യത്തിന് സമ്പത്തുള്ളവനാണ്, എൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമായ സമ്പത്തുണ്ട്. ഫഖാല, അപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു, ഇൽസമി സൂഖ്, എന്നാലും നീ കച്ചവടം ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, അതുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നില്ല എന്നാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇൽസമി സൂഖ, നീ അങ്ങാടിയിൽ തുടരുക, തസ്ലു ബിഹി റഹിം വതഊദു ബിഹി, അങ്ങനെ കച്ചവടം തുടർന്നാൽ നിനക്ക് കുടുംബബന്ധം പുലർത്താൻ സാധിക്കും, രോഗികളെ സന്ദർശിക്കാൻ സാധിക്കും. അഥവാ നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മുടെ ആശ്രിതരായ ആളുകൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, രോഗികളായ ആളുകൾക്ക്, അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പണം കൊണ്ട് സാധിക്കും എന്ന് അർത്ഥം. قال حدثنا عبد العزيز بن جعفر قال حدثنا الخلال أخبرنا أبو بكر المروذي. ഈ കിതാബിൽ ഖല്ലാലിൻ്റെ മുമ്പ് വേറെ സനദ് കാണുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. കിതാബ് പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്. അപ്പോൾ ആ എഴുതിയ ആളുകൾ എങ്ങനെയാണ് ഖല്ലാലിലേക്ക് എത്തുന്നത് എന്നതാണ് ഈ പറയുന്ന സനദ്. അഖ്ബറന അബൂബക്കർ അൽ മർറൂദി ഖാല ഖാല റജുലുൻ ലി അബി അബ്ദില്ലാഹ് റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദിനോട് ഒരാൾ പറഞ്ഞു, റജുലുൻ മിൻ അസ്ഹാബി ഇബ്നി അസ്ലം. മുഹമ്മദ് ഇബ്നു അസ്ലം എന്ന് പറയുന്നത് ഒരു ആലിമായിരുന്നു, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ ജാഹിദായ ഒരു ആലിമാണ്. തറ അൻ അഅമൽ, ഞാൻ ജോലി ചെയ്യണോ എന്ന് ചോദിച്ചു ഇമാം അഹ്മദിനോട്. എന്താണ് അഭിപ്രായം, ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഖാല നഅം, ഇമാം അഹ്മദ് പറഞ്ഞു അതെ. വതസദ്ദഖ് ബിൽ ഫദ്ലി അലാ ഖറാബതിക്, ജോലി ചെയ്യണമെന്ന് ചോദിക്കാൻ കാരണം ഒരുപക്ഷെ അയാൾക്ക് വേറെ എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടായിരിക്കാം, അയാളുടെ അത്യാവശ്യത്തിനുള്ള സമ്പത്ത് അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ടതില്ല. അപ്പോൾ ഇമാം അഹ്മദ് പറയുന്നത് അധ്വാനിക്കണം, വതസദ്ദഖ് ബിൽ ഫദ്ലി അലാ ഖറാബതിക്, എന്നിട്ട് ബാക്കിയാകുന്ന തുക, നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയാകുന്ന സമ്പത്ത് നിന്റെ കുടുംബക്കാർക്ക് നീ സദഖ ചെയ്യുക. قال أخبرنا أبو بكر المروذي قال سمعت أبا عبد الله رحمه الله يقول. ഇമാം അഹ്മദ് പറഞ്ഞതായി മർറൂദി പറയുകയാണ്, ഖദ് അമർതുഹും, ഞാൻ അവരോട് പറഞ്ഞു, അഥവാ സ്വന്തം മക്കളെ കുറിച്ചാണ് പറയുന്നത്, അൻ യഖ്തലിഫു ഇല സൂഖ്, അങ്ങാടിയിൽ പോകണം, കച്ചവടം ചെയ്യണമെന്ന്, വഅൻ യതഅറദു ലിത്തിജാറ, കച്ചവടം ചെയ്യണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു.
وروي عن عائشة رضي الله تعالى عنها عن النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ന അത്യബ മാ അകല റജുലു മിൻ കസ്ബിഹി, ഒരു മനുഷ്യൻ തിന്നിട്ടുള്ള കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും നല്ലത് സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സമ്പത്താകുന്നു. അപ്പോൾ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക, സ്വന്തം വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കുക, സമ്പാദിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും നല്ല വരുമാനം. قال أخبرني محمد بن الحسين أن الفضل بن زياد حدثهم قال سمعت أبا عبد الله يأمر بالسوق ويقول ഇമാം അഹ്മദ് കച്ചവടം ചെയ്യാൻ ആളുകളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേട്ടു. വയഖൂലു, അദ്ദേഹം പറഞ്ഞു, മാ അഹ്സനൽ ഇസ്തിഗ്നാ അനിന്നാസ്, ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. أخبرني محمد بن موسى قال سمعت علي بن جعفر قال مضى أبي إلى أبي عبد الله رحمه الله. അലി ഇബ്നു ജഅഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ ഉപ്പ എന്നെയും കൊണ്ട് ഇമാം അഹ്മദിൻ്റെ അടുത്തേക്ക് പോയി. ഫഖാല ലഹു, അപ്പോൾ ഇമാം അഹ്മദ് എൻ്റെ ഉപ്പയോട് പറഞ്ഞു, യാ അബ അബ്ദില്ല ഹാദ ഇബ്നി, ഈ ചെന്നയാൾ അദ്ദേഹം ഇമാം അഹ്മദിനോട് അങ്ങോട്ട് പറഞ്ഞതാണ്, ഹാദ ഇബ്നി, ഇതെൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഫദഅ ലി, ഇമാം അഹ്മദ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വഖാല ലി അബി, എന്നിട്ട് എൻ്റെ ഉപ്പയോട് പറഞ്ഞു, അൽസിംഹു സൂഖ് വജന്നിബ്ഹു അഖറാന, അവനെ മാർക്കറ്റിൽ പറഞ്ഞേക്കുക, കച്ചവടം ചെയ്യാൻ പറഞ്ഞേക്കുക. വജന്നിബ്ഹു അഖറാനഹു, അവൻ്റെ സമപ്രായക്കാരുടെ കൂടെ അവനെ വിടരുത് എന്ന് പറഞ്ഞു. സമപ്രായക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ കളിയായിരിക്കും. അപ്പോൾ സാധാരണ കുട്ടികൾക്കിടയിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അപ്പോൾ അവരെ കൂടുതൽ കുട്ടികളുടെ കൂടെ തന്നെ വിട്ടാൽ അവരെന്ത് ചെയ്യും? ഉത്തരവാദിത്തമില്ലാത്തവരായി തുടരും. ഇതിനർത്ഥം ഒരിക്കലും സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ നമ്മുടെ മക്കൾ കളിക്കരുതെന്നോ സമയം ചെലവഴിക്കരുതോ എന്നല്ല. അത് സ്വാഭാവികമായിട്ടും അവർ കളിക്കും. പക്ഷേ അത് മാത്രമാകരുത്. കുട്ടികളെ വലിയ ആളുകളുടെ കൂടെ ഇരുത്തണം. അത് അവർക്ക് നല്ല ഒരു തർബിയത്ത് കിട്ടാൻ, അവർക്ക് മുതിർന്നവരുടെ അദബും സംസ്കാരവും ഒക്കെ പഠിക്കാൻ സഹായിക്കും. അതിന് ആദ്യം നമുക്ക് അദബുണ്ടാവണം. മുതിർന്ന ആളുകൾ അവർ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കണ്ട് മക്കൾ പഠിക്കും. അതുപോലെ തന്നെ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതും ഇതൊക്കെ നമ്മുടെ മജ്‌ലിസുകളിൽ സംഭവിക്കണം. അല്ലെ, നമ്മൾ നേരെ തിരിച്ചാണെങ്കിൽ കാര്യമില്ല. നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ പറയുന്നതും നമ്മൾ പറയുന്നതും ഒക്കെ ഒരുപോലെയാണ്, തർക്കുത്തരം പറയാൻ. അതുപോലെ അനാവശ്യമായ കാര്യങ്ങൾ, രാഷ്ട്രീയം, യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചയെങ്കിൽ മക്കൾ ചിലപ്പോൾ കളിച്ചെടുക്കുന്നതായിരിക്കും അതിനേക്കാൾ നല്ലത്. നേരെ മറിച്ച് നമ്മുടെ സദസ്സുകൾ ആദ്യം എന്താകണം? മാന്യമായ സദസ്സുകളായിരിക്കണം, ഇസ്ലാമികമായ ആദാബുകളുടെ സദസ്സുകളായിരിക്കും. മുസ്ലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സുകൾ, ദീനുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സുകൾ, അത് മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ല. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്‌ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനിടയിൽ ചിലപ്പോൾ 100 പ്രാവശ്യം റബ്ബിഗ്ഫിർലി വർഹംനി ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ 100 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ എണ്ണുമായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദസ്സുകളിൽ ദിക്റുണ്ടാവണം. അതുപോലെ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ജന്നിബു മജാലിസക്കും അൽ ബുത്തൂന വൽ ഫുറൂജ്, നിങ്ങളുടെ സദസ്സുകൾ സ്ത്രീകളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചുമുള്ള ചർച്ച ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യകുൻ ഖൈറൻ ഔ ലിയസ്മുത്, ധാരാളം ആയത്തുകളും ഹദീസുകളും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മജ്‌ലിസുകളായിരിക്കണം ഒന്നാമത് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സാലിഹ്യങ്ങളായ ആളുകളെക്കുറിച്ച് സംസാരിക്കുക. ഇദാ ദുക്കിറ സാലിഹൂൻ നസലത് അർ-റഹ്മ എന്ന് മുൻഗാമികൾ പറഞ്ഞതാണ്. മുൻഗാമികളായ സാലിഹ്യങ്ങളായ ആളുകളെക്കുറിച്ച് സംസാരിച്ചാൽ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും ആ മജ്‌ലിസിൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയാൻ കാരണം അവരെക്കുറിച്ച് ഓർക്കുന്നത് നമുക്ക് ഈമാൻ ഉണ്ടാക്കും. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ് ഈമാൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള നല്ല സദസ്സുകൾ ആദ്യം നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നമ്മുടെ മക്കളെ ഇരുത്തണം. അതുപോലെ ദുനിയാവിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്യണം. ദുനിയാവിൻ്റെ ഉപകാരമുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം നമ്മൾ എത്ര ചർച്ച ചെയ്തിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ. അതുപോലെ തന്നെ വെറുതെ പേടിപ്പിക്കുന്ന സംസാരമല്ല. ഇപ്പം നമ്മൾ കൂടിയാൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം ഇതാ പുതിയ നിയമം വരുന്നു, നമ്മളൊക്കെ ഇതാ അവിടെ നിന്ന് നാടുകടത്താൻ പോകുന്നു. ഇതിന് ഇർജാഫ് എന്നാണ് പറയുക. ഇർജാഫ് എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകളുടെ സ്വഭാവമാണ്, പേടിപ്പിക്കുക. അതായത് ദീനിൻ്റെ പേരിൽ മുഅ്മിനീങ്ങൾക്ക് ഒരു നാശം വരാൻ പോകുന്നു എന്ന് പറയുന്ന വർത്തമാനം അത് മുനാഫിക്കുകളുടെ വർത്തമാനമാണ്. ലം യൻതഹിൽ മുനാഫിഖൂന ഫിൽ മദീനത്തി ലം യൻതഹിൽ മുനാഫിഖൂന വൽ മുർജിഫൂന ഫിൽ മദീനത്തി ലനുഗ്രിയന്നക ബിഹിം ثم لا يجاورونك فيها إلا قليلا. അല്ലാഹു തആല പറയുകയാണ്, മുനാഫിക്കുകളുടെ സ്വഭാവമാണിത്. അവർ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് മുനാഫിക്കുകൾ എന്ത് ചെയ്യും? മദീനയിലുള്ള മുനാഫിക്കുകൾ അവിടെ അങ്ങനെ വാർത്ത പരത്തും, ഇപ്പം മക്കയിൽ നിന്ന് ആളുകൾ വരും,
ഇപ്പം യഹൂദികൾ ചതിക്കും, ഇപ്പം അവർ വരും ഇവർ വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈമാൻ കുറയും, ആളുകൾക്ക് പേടി വരും, ആളുകൾക്ക് ദീനിനോട് അടുക്കാൻ പേടിയായിരിക്കും. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ഈ ചർച്ചകൾ തുടങ്ങിയ കാലം മുതൽ, നമ്മൾ നാട് കടത്താൻ പോകുന്നു എന്നുള്ള ചർച്ച തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ദീനിയായ കാര്യങ്ങളിലുള്ള വളർച്ചയും തളർച്ചയും നോക്കിയാൽ മതി. ചെറുപ്പക്കാർക്ക് ദീനിനോടുള്ള അടുപ്പവും അകൽച്ചയും നോക്കിയാൽ മതി. ആളുകൾ ദീനിന് കൂട്ടത്തോടെ അകന്നു പോവുകയാണ്, മുർത്തത്തായി പോവുകയാണ്. എന്താ കാരണം? ഈ ദീൻ അത് മുറുകെ പിടിച്ച് നിസ്കരിച്ച് നോമ്പുമറ്റൊക്കെ നടക്കുന്നതിനേക്കാൾ പ്രധാനം ഈ പേടിപ്പിക്കുന്ന സംഭവങ്ങളെ തടയാൻ വേണ്ടി കൊടിപിടിക്കുന്നതാണ് എന്നാണ് ആളുകൾ ധരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചർച്ചകളല്ല, ഉപകാരമില്ലാത്ത കാര്യങ്ങളല്ല, ദുനിയാവിൽ ഉപകാരമുള്ള കാര്യങ്ങൾ. കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, കച്ചവടം എങ്ങനെ ചെയ്യാം, ജോലികൾ എങ്ങനെ ചെയ്യാം, ദുനിയാവിൻ്റെ വിദ്യാഭ്യാസത്തിൽ നല്ല കാര്യങ്ങൾ എന്താണ്, ദീൻ കഴിഞ്ഞാൽ രണ്ടാമതായി ഇത്തരം ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആരോഗ്യം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള ഫായതയുള്ള കാര്യങ്ങൾ അതാദ്യം നമ്മുടെ സദസ്സുകൾ ഉണ്ടാകണം, അവിടെ മക്കൾ ഇരിക്കണം. അങ്ങനെ ആകുമ്പോൾ പതുക്കെ അവരും ഈ സദസ്സിൻ്റെ മര്യാദകൾ പഠിക്കും. മുതിർന്നവരെ ബഹുമാനിക്കുക, ചെറിയവരെ കരുണ കാണിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവർ പ്രായോഗികമായി കാണും. നമ്മൾ നേരെ തിരിച്ചായിരിക്കും. പ്രായമുള്ള ആളുകളെ നമ്മൾ പരിഹസിക്കുന്നതാണ് നമ്മുടെ മക്കൾ കാണുന്നത്. പിന്നെ അവരുടെ അടുത്ത് നമുക്ക് എന്താണ് കിട്ടുക മക്കളുടെ അടുത്ത് നിന്ന്? അതുപോലെ കൂട്ടത്തിൽ ദുർബലനായ ഒരാളുണ്ടെങ്കിൽ, കുറച്ച് ബുദ്ധി കുറവോ അല്ലെങ്കിൽ അറിവ് കുറവോ ഉള്ള ഒരാളുണ്ടെങ്കിൽ അവനെ പരിഹസിക്കും. അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല അംഗവൈകല്യങ്ങളോ വല്ല കുറവുകളോ ഉള്ള ഒരാളുണ്ടെങ്കിൽ അവനെ കളിയാക്കുക. കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ മുതിർന്ന പ്രായമുള്ള ആളുകൾ അവനോട് അടികൂടുക. ഇതൊക്കെ നമ്മുടെ സ്വഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ തിരുത്തണം. മുതിർന്നവരോട് ബഹുമാനം, മക്കളോട് കാരുണ്യം, തമാശയല്ല, കളിയല്ല, പരിഹാസവും. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കൽ, പലരും സ്നേഹം പ്രകടിപ്പിക്കുക പരിഹസിച്ചുകൊണ്ടാണ്. ചെറിയൊരു കുട്ടിനെ കിട്ടിയാൽ അവനെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും അവനെ വെറുപ്പിച്ചുകൊണ്ടുമാണ് സ്നേഹം പ്രകടിപ്പിക്കുക. ഒന്നും ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. ലൈസ മിന്ന മൻ ലം യർഹം കബീറന മൻ ലം യുവഖിർ കബീറന വയർഹം സഗീറന. മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരെ അവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഇസ്ലാമിക സ്വഭാവങ്ങളുള്ള സദസ്സുകൾ മക്കളെ ഇരുത്തണമെന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കുട്ടികൾ കളിക്കാൻ പാടില്ല എന്നല്ല. അടുത്ത അസർ അദ്ദേഹം പറഞ്ഞു, അഖ്ബറനി അബ്ദുൽ മലിക് അൽ മൈമൂനി. ഇമാം അഹ്മദിന് മറ്റൊരു ശിഷ്യനാണ് അബ്ദുൽ മലിക് അൽ മൈമൂനി റഹിമഹുല്ലാഹ്. ഖാല ലി അബു അബ്ദുല്ലാ റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് എന്നോട് പറഞ്ഞു, ഹസ്സനി അലാ ലുസൂമി ദൈഅ, എന്നോട് ലൈഅത്ത് എന്ന് പറഞ്ഞാൽ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഭൂമി, കൃഷിഭൂമി മുറുകെ പിടിക്കാൻ, അത് പാഴാക്കരുത് എന്ന് ഇമാം അഹ്മദ് എന്നോട് പറഞ്ഞു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അദ്യഅ ദൈഅത ഇദാ ലം യകുൻ സാഹിബുഹാ യഖ്റുബുഹാ. കൃഷിസ്ഥലമൊക്കെ എത്ര പെട്ടെന്നാണ് നശിച്ചു പോവുക, അതിൻ്റെ ഉടമ അതിനെ പരിചരിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ അടുത്ത് പോയി അത് നോക്കി അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് അങ്ങനെ അതിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, പരിചരിച്ചിട്ടില്ലെങ്കിൽ അത് എത്ര പെട്ടെന്ന് നശിച്ചു പോകും അല്ലേ? ധാരാളം ഭൂമിയുള്ള ആളുകൾക്കാണ് അതൊരു കൃഷിയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്യുന്ന കൃഷി ശ്രദ്ധിക്കാതെ അതിൽ വരുമാനമില്ലാതെ പാഴായിപ്പോകും. അങ്ങനെ സംഭവിക്കരുത് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. ഖുൽതു, അപ്പോൾ ഇമാം അബ്ദുൽ മലിക് അൽ മൈമൂനി എന്ന് പറയുന്ന ഈ ഇമാം വലിയ ഇമാമാണ്, ഇമാം അഹ്മദിൻ്റെ ശിഷ്യന്മാരിൽ എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്നി ലം അഅ്മുർ ബൈഅതി മുൻദു ഫാറഖ്തു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ എൻ്റെ കൃഷിസ്ഥലത്തേക്ക്, ഈ പറയുന്ന ഭൂമിയിലേക്ക് പോയിട്ടേയില്ല. എൻ്റെ ഇന്ന സ്ഥലം, ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടേയില്ല. ഫിറാറൻ മിന സുൽത്താനി വഖറാഹിയതൻ ലഹു. എന്താ പോകാതിരിക്കാൻ കാരണം? ഭരണാധികാരിയെ പേടിച്ചിട്ടാണ്. എന്താണ് ഭരണാധികാരിയെ പേടിക്കാനുള്ള കാരണം? തുടർന്ന് പറയുന്നു, വശകൈതു ലഹു ബഅദ മാ അറഫ്തുഹു മിന അദ്ദൈനി വദ്ദീഖ്. എൻ്റെ കടവും പ്രയാസങ്ങളുമൊക്കെ ഇമാം അഹ്മദിനോട് ഞാൻ പറഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്നത്, പണ്ട് കാലത്ത് അക്രമികളായ ഭരണാധികാരികൾ എന്ത് ചെയ്യും? വലിയ നികുതി പിരിക്കും. സ്ഥലവും ഒക്കെ ഉള്ള ആളുകൾ, കൃഷിയുള്ള ആളുകൾ, അവരുടെ അടുത്ത് നിന്ന് അവരുടെ ആ സ്ഥലത്തിനനുസരിച്ച്, ഭൂമിക്കനുസരിച്ച് വലിയ തുക നികുതി പിരിക്കും. ഈ നികുതി അത് കൊടുക്കുന്നത് പേടിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും? കൃഷി തന്നെ ചെയ്യൂല. കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നികുതി കൊടുക്കണം. അപ്പോൾ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നല്ലൊരു ശതമാനം ഇവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവരത് ഒഴിവാക്കും. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, കൈഫ തസ്നഉ ഇദാ ലം യകുൻ ലക മിൻഹു ബുദ്ദ്. അങ്ങനെ ഭരണാധികാരി അക്രമമായി അന്യായമായി വലിയ തുക നികുതി വാങ്ങുന്നുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് വേറെ വഴിയില്ലല്ലോ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. സുമ്മ ഖാല ലി, എന്നിട്ട് പറഞ്ഞു, ലൈസ ഹാഹുന ഇല്ല അന്നക തദ്ഉ ലഹു. നോക്കൂ നിങ്ങൾ, ഇവിടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അവിടെ ഭരണാധികാരിക്കെതിരായിട്ട് പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, ഭരണാധികാരി നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അന്നത്തെ ഭരണാധികാരികൾ ഇമാം അഹ്മദിൻ്റെ ജീവിതകാലത്ത് അധികവും ഭരണം നടത്തിയിരുന്നത് മുഅ്തസിലികളായിരുന്നു.
അഹ്ലുസുന്നത്തുമല്ല. അതുപോലെ മറ്റുള്ള ഭരണകാര്യങ്ങളിലും വലിയ അക്രമങ്ങൾ ചെയ്തിരുന്ന ആളുകളാണ്. ഇമാം അഹ്മദിനെ തന്നെ വധശിക്ഷ വിധിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചവരാണ്. അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഭരണാധികാരികളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ലൈസ ഹാഹുന ഇല്ല അന്നക തദ്ഉ ലഹു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഭരണാധികാരികൾ എന്ത് അക്രമം ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞ താബിഈ അദ്ദേഹം പറഞ്ഞു, ലൗ കാന ലി ദഅവത്തുൻ മുസ്തജാബ ലജഅൽതുഹാ ഫിൽ ഇമാം. എനിക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു പ്രാർത്ഥനയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ഇമാമിന് വേണ്ടി, ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താണ്? അതവരുടെ ബുദ്ധിയാണ്. ഭരണാധികാരി നന്നായാൽ നാട് മുഴുവൻ നന്നാകും, ജനങ്ങൾ മുഴുവൻ നന്നാകും, ഇസ്ലാമിന് പ്രതാപമുണ്ടാകും. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ, സഹാബത്തിന്റെ, താബിഈങ്ങളുടെ, ഇമാമിങ്ങളുടെ മാർഗം. അല്ലാതെ ഭരണാധികാരികൾ ഇരുന്ന് ഗീബത്ത് പറയുകയല്ല. ലാ തഗ്തബ് ഇമാമക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസറാണ്. നിന്റെ ഭരണാധികാരിയായ, മുസ്ലിമായ ഭരണാധികാരിയെ കുറിച്ചാണ് പറയുന്നത്, ഇമാമിനെ കുറ്റം പറയരുത്. ഖുൽതു ഫമിൻ ദാലിക ബുദ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ ഭരണാധികാരിയുടെ നികുതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊരു വഴി ഉണ്ടെങ്കിലോ? ഒരു വഴിയില്ലെങ്കിൽ അത് കൊടുക്കല്ലാതെ നമ്മൾ എന്താ ചെയ്യുക എന്നാണല്ലോ ഇമാം അഹ്മദ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊരു വഴി ഉണ്ടെങ്കിലോ? ഖാല കൈഫ തസ്ന. എന്താണ് വഴി? വറഅയ്തു അക്സറ അംരിഹി തസ്ഹീല ഫീഹി വറുഖ്സ. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൃഷി ചെയ്യാതിരിക്കുക എന്നുള്ള വഴിയാണ്. അപ്പോൾ ഇമാം അഹ്മദ് റഅയ്തു അക്സറ അംരിഹി അത്തസ്ഹീല ഫീഹി വറുഖ്സ. ഈ നികുതിയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ, അത് കൊടുക്കാം, കുഴപ്പമില്ല, ഭരണാധികാരികൾ ആ സമ്പത്ത് കൊണ്ട് നന്മകൾ ചെയ്യുന്നവരാണെങ്കിലും തിരക്കേടില്ല, അവിടെ അധ്വാനിച്ച് സമ്പാദിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞത്. ഖാല വഖാല അബൂ അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് യൗമൻ മുബ്തദിഅൻ. ഇത് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയി ഇമാം അഹ്മദിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കൃഷിസ്ഥലമൊന്നും കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്. മറ്റൊരിക്കൽ ഇമാം അഹ്മദ് ഇങ്ങോട്ട് തന്നെ എന്നോട് പറഞ്ഞു, യാ അബുൽ ഹസൻ, അബ്ദുൽ മലിക് അൽ മൈമൂനി അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബുൽ ഹസൻ. അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്നി അനിൻ നാസി ബിജുഹദിക്. നീ അധ്വാനിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതെ, ജനങ്ങളെ ആശ്രയിക്കാതെ സ്വാശ്രയനായിരിക്കുക. ഫലം അറ മിസ്ലൽ ഗിന അനിൻ നാസ്. ജനങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കുന്നതിന് തുല്യമായ മറ്റൊന്നും എനിക്കറിയില്ല. അതാണ് ഏറ്റവും മഹത്തായ കാര്യം. ഖുൽതു വലിമ ഇബ്തദഅ്തനി ബിഹാദ. അദ്ദേഹം ചോദിച്ചു, നമ്മൾ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലല്ലോ, വെറുതെ വന്നുകൊണ്ട് ഇത് ഇങ്ങോട്ട് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. ഇമാം അഹ്മദ് പറഞ്ഞു, لأنه إن كان لك شيء تصلحه وتكون فيه وتستغني به عن الناس فإن الغنى من العافية. കാരണം താങ്കൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് എന്ന് അറിയാം, അത് നന്നാക്കി അവിടെ കൃഷി ചെയ്ത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളെ ആശ്രയിക്കാതെ സമ്പന്നനായി ജീവിക്കുന്നതാണ് നല്ലത്. ഫഇന്നൽ ഗിന മിനൽ ആഫിയ. ഈ കാര്യം അങ്ങോട്ട് പറയാൻ കാരണം ഫഇന്നൽ ഗിന മിനൽ ആഫിയ. ഗിന എന്ന് പറയുന്നത്, ആളുകളെ ആശ്രയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആഫിയത്താണ്. എന്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ? ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, ദീനിലും ദുനിയാവിലും നമ്മെ ബാധിക്കുന്ന അപകടങ്ങൾ. അല്ലേ? ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ദീൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ശിർക്കും ബിദ്അത്തുകളും മാസിയത്തുകളും. അതുപോലെ തന്നെ രോഗങ്ങൾ, അപകടങ്ങൾ, ദാരിദ്ര്യം, കടം, ഇങ്ങനെ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷയാണ് ആഫിയത്ത്. ഏറ്റവും വലിയ ആഫിയത്താണ്, അല്ലെങ്കിൽ ആഫിയത്തിൽപ്പെട്ട കാര്യമാണ് അൽ ഗിന, ഐശ്വര്യം എന്ന് പറയുന്നത്. ആരുടെ മുമ്പിലും കൈനീട്ടാത്ത അവസ്ഥ. കാരണം ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നത് വാങ്ങുക എന്ന് പറയുന്നത് പോലും ദില്ലത്താണ്. ആളുകളുടെ മുന്നിൽ നമ്മൾ തലകുനിക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്, അത് വലിയ കാര്യമാണ്, ആഫിയത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. പലതവണ എന്നോട് ഇത് ആവർത്തിച്ച് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫഹസ്സനി ഗൈറ മർറ അലൽ ഇസ്ലാഹ്. എൻ്റെ ഈ കൃഷിഭൂമി അത് ശരിയാക്കണം, അത് വെറുതെ കളയരുത്, വെറുതെ ഇരിക്കരുത് എന്ന് പലതവണ ഇമാം അഹ്മദ് എന്നോട് പറഞ്ഞു. വലിസ്തിഗ്നാഇ ബിഇസ്ലാഹി മാ റുസിഖ്തു അനിന്നാസ്. എനിക്ക് അല്ലാഹു റിസ്ക്കായി നൽകിയ ഈ സ്വത്ത് വകകളൊക്കെ ഉപയോഗിച്ച് ആളുകളിൽ നിന്ന് നിരാശ്രയനായി ഞാൻ ഇരിക്കണം എന്ന കാര്യം ഇമാം അഹ്മദ് ഓർമ്മിപ്പിച്ചു. ഫൈനൽ ഗിന മിനൽ ആഫിയ. നേരത്തെ പറഞ്ഞതുപോലെ ആഫിയത്തിന്റെ ഭാഗമാണ് ഐശ്വര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. വഅഖ്ബല യുഗല്ലിദുൽ ഹാജത ഇലന്നാസ്. ജനങ്ങളുടെ മുന്നിൽ ആവശ്യക്കാരനായിരിക്കുക എന്നുള്ള അവസ്ഥയെ ഇമാം അഹ്മദ് വളരെ ഗൗരവത്തോടുകൂടി, തഗ്ലീദ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്ന ബൈഅതന മിനർ റഖ്ഖതി അല അയ്യാം. റഖ്ഖ എന്ന് പറയുന്നത് ഇറാഖിലെ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് എൻ്റെ സ്ഥലം, എൻ്റെ കൃഷിഭൂമിയുള്ളത്. വഫീഹ ദൈറു നസാറ മുഅ്തസിലുൻ മിനന്നാസ്. അവിടെ
ആൾ താമസം കുറവാണ്, ഉള്ള ആളുകൾ നസാറാക്കളാണ്. അദ്ദേഹം ഓരോ ഉതിർ പറയാണ്, അവിടെ പോയി കൃഷി ചെയ്യാതിരിക്കാൻ, അധ്വാനിക്കാതിരിക്കാൻ, ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാൻ കാരണം അവിടെ നസ്രാനികളാണ്, പിന്നെ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്, ആളുകളില്ലാത്ത സ്ഥലമാണ്. ലൈസ ഫീഹി ഇല്ല നഫറുൻ യസീറു മിനൻ നസാറ, വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. വയഖ്റുബുഹു മദീന, അതിനപ്പുറത്ത് അടുത്തായി ഒരു പട്ടണമുണ്ട്. ഫഖാല അയ്യു മദീനത്തിൻ ഹിയ, അതേത് മദീനയാണ്, ഏത് പട്ടണമാണ്? ഖുൽതു ഫഇന്ന ലഹ മുഅദ്ദിനൻ, ഞാൻ പറഞ്ഞു അവിടെ ഒരു മുഅദ്ദിനുണ്ട്, അഥവാ ഒരു പള്ളിയുണ്ട് എന്നർത്ഥം. ആ സ്ഥലത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞില്ല, ഒരു പള്ളിയൊക്കെയുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഖാല മിന ഷാം, ഷാമിൽ നിന്ന് വന്ന ആളാണോ ആ മുഅദ്ദിൻ എന്ന് ചോദിച്ചു. ഖുൽതു ലാ മിനൽ ജസീറ നാഹിയത റഅസൽ ഐൻ, സ്ഥലങ്ങളുടെ പേരാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വന്നയാളാണ് എന്ന് പറഞ്ഞു. ഖാല ഫദാ മൗദിഉൻ സാലിഹ്, അദ്ദേഹം പറഞ്ഞത് നല്ല സ്ഥലമാണ്, ആ നാട് നല്ല നാടാണ് എന്ന് പറഞ്ഞു. ഖുൽതു ഇന്നമാ ശഗല ഖൽബി ബിശൈഇൻ വാഹിദ്, അദ്ദേഹം പറഞ്ഞു നല്ല സ്ഥലമൊക്കെയാണ്, പക്ഷെ എനിക്ക് ആകെയുള്ള പ്രശ്നം അന്ന ദീറ മുഅ്തസിലുൻ അനിൻ നാസ്, ആളില്ലാത്ത സ്ഥലമാണ്. വഅന ഇന്നമാ ഉഹിബ്ബുൽ ഉസ്ല, അങ്ങനെയുള്ള സ്ഥലം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആളില്ലാത്ത സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വലൈസ ഫീഹി ഇല്ല നസാറ, നസാറാക്കളെ എവിടെയുള്ളൂ. വഇന്നമാ കരീഹ്തു ഫീഹി, അതുപോലെ ഞാൻ അവിടെ ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാരണം അൻ ഇദാ അറദ്തു അൻ ഉസല്ലി ലം അജിദ് അഹദൻ ഉസല്ലി മഅഹ്, നമസ്കരിക്കാൻ കൂടെ ഒരാളെ കിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമായ ആൾ പോലും ഇല്ല, നമസ്കരിക്കാൻ പള്ളിയില്ല. തൊട്ടടുത്തുള്ള ഈ പട്ടണത്തിലാണ് പള്ളിയുള്ളത്. ആ പ്രത്യേക സ്ഥലത്ത്, അവിടെ എനിക്ക് ഭൂമിയുള്ള സ്ഥലത്ത് അവിടെ മുസ്ലിമീങ്ങളില്ല, പള്ളിയില്ല, നമസ്കരിക്കാൻ ആളെ കിട്ടില്ല, ജമാഅത്ത് നമസ്കരിക്കാൻ പറ്റില്ല. ഖാല ലി, ഇമാം അഹ്മദ് പറഞ്ഞു, ഫഇദാ ഹളറത്ത് الصلاة ഫഅദ്ദിൻ വഅഖിം, നീ എന്ത് ചെയ്യുക, നമസ്കാരത്തിന്റെ സമയമായാൽ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. ഫഇൻ ജാഅക അഹദുൻ, ആരെങ്കിലും വന്നാൽ അവനെ കൂട്ടി നമസ്കരിക്കുക. ഫഇല്ല ഫസല്ലി, ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അധ്വാനിക്കുക എന്നുള്ളത് അത്രയും പ്രധാനമാണ്, ആളുകളെ ആശ്രയിക്കുക എന്നുള്ളത് അത്രയും മോശമാണ് എന്നർത്ഥം. قال عبد الملك الميموني رحمه الله പറഞ്ഞു, فاستحسن أبو عبد الله رحمه الله هذا الموضع, ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ നല്ല സ്ഥലമാണ് എന്ന് ഇമാം അഹ്മദ് വീണ്ടും പറഞ്ഞു. ورأيت السرور فيه بينا, അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടു. لما وصفت له من ذلك ومن عزلته, സന്തോഷിക്കാൻ കാരണം എന്താണ്? ഒറ്റപ്പെട്ട സ്ഥലമാണ്, കാരണം ഫിത്നകളില്ലാത്തൊരു സ്ഥലമാണെന്നർത്ഥം. ഇമാം അഹ്മദ് ജീവിച്ചിരുന്ന കാലത്ത് ബഗ്ദാദ് ഫിത്നകളുടെ കേന്ദ്രമായിരുന്നു. നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ഇസ്ലാമിന്റെ സുവർണ്ണകാലം എന്നൊക്കെ പറയുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ അതത്ര സുവർണ്ണകാലമായിരുന്നില്ല. സുവർണ്ണകാലം എന്ന് പറയുന്നത് ദുനിയാവിന്റെ കാര്യങ്ങളുടെ അർത്ഥത്തിലാണ്. ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ കലാകാരന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ മന്തിക്കും ഇൽമുൽ കലാമും ഇതൊക്കെ ഇന്ത്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമൊക്കെ വിവർത്തനം ചെയ്ത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലാണ് ഈ സുവർണ്ണകാലം എന്ന് പറയുന്നത്. പക്ഷേ ദീനിയായി കുറച്ച് പ്രയാസമുള്ള കാലമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വഹൽ യസ്കുനു ഫി ബഗ്ദാദ് റജുലുൻ സാലിഹ്, ബഗ്ദാദിൽ സാലിഹായ ഒരു മനുഷ്യൻ ജീവിക്കുമോ എന്ന് ഇമാം അഹ്മദ് ചോദിച്ചിരുന്നു. അദ്ദേഹം ബഗ്ദാദിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ബഗ്ദാദുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അപ്പോൾ താങ്കൾ ഇവിടെയാണല്ലോ ജീവിക്കുന്നത്. ഇമാം അഹ്മദ് പറഞ്ഞു, ഞാനിവിടെ ജീവിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ ആരാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ അത്രയും ഫിത്നയും ഫസാദും നിറഞ്ഞ നാടായിരുന്നു ബഗ്ദാദ്. അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമായി. ഖുൽതു ഫഇന്നൽ മദീനത മിന്നി അലാ റഅസി മീൽ, ഒരു മൈൽ ദൂരം, 1.5 കിലോമീറ്റർ ദൂരമുണ്ട് അടുത്ത പട്ടണത്തിലേക്ക്. 1.5 കിലോമീറ്റർ അല്ലേ, ഒരു മൈൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. യുംകിനുനി ദുഖൂലു ഇലൽ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅക്ക് എനിക്ക് പോകാം. വസ്സലവാതു ഫീ സാഇരിൽ അയ്യാമി ഫിദ്ദീർ, ബാക്കിയുള്ള നിസ്കാരമൊക്കെ ഞാൻ ഈ നാട്ടിൽ തന്നെ നമസ്കരിക്കണം, പള്ളിയില്ലാതെ ഒറ്റയ്ക്ക് നമസ്കരിക്കണം. ഫഖാല ലീ ഫീ ഹാദൽ മൗദിഇ ഇദാ ലം യകുൻ മഅക മൻ യുസല്ലി മഅക ഫമാ തസ്ന, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ നീ എന്താണ് ചെയ്യേണ്ടത്? അദ്ദിൻ വഅഖിം വസല്ലി വഹ്ദക്, ഇഖാമത്ത് കൊടുത്ത് ബാങ്കും ഇഖാമത്തും കൊടുത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുക. അപ്പം അതിൻ്റെ പേരിൽ ആ സ്ഥലം ഒഴിവാക്കരുത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജമാഅത്ത് നമസ്കാരത്തിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണോ? ഇമാം അഹ്മദിന് നമ്മുടെ അത്ര ഈമാൻ ഇല്ലാത്തതുകൊണ്ടല്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫിഖ്ഹാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം വാജിബായ കാര്യങ്ങൾ തന്നെ പരസ്പരം എന്താ പറയുക, തആറുദുണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കണം, അല്ലേ? അടുത്ത് പള്ളി ഇല്ലെങ്കിൽ ജമാഅത്ത് വാജിബല്ല, ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ പള്ളിയില്ലെങ്കിൽ ജമാഅത്ത് വാജിബേ അല്ല. എന്നാൽ ആളുകളെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതിന്റെ ഹുക്ം എന്താണ്? വാജിബാണ്. അധ്വാനിക്കുക, സമ്പാദിക്കുക, സ്വന്തം ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കുക എന്നുള്ളത് വാജിബാണ്. അപ്പോൾ ഇനിയിപ്പോൾ പള്ളി ഉണ്ടെങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുന്നത്തായ ജമാഅത്ത് നമസ്കാരമാണെങ്കിൽ, തൊട്ടടുത്ത് പള്ളിയില്ലെങ്കിൽ സുന്നത്താണ് ജമാഅത്ത്, വാഹനത്തിലൊക്കെ പോയിട്ട് ജമാഅത്തിൽ പങ്കെടുക്കൽ സുന്നത്താണ്. ആ സുന്നത്തും ഈ വാജിബും
തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ടായാൽ അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? വാജിബായ കാര്യം ചെയ്യണം. അതാണ് ഇമാം അഹ്മദിന്റെ ഈ സംസാരത്തിന്റെ കാരണം. ഇമാം അഹ്മദ് പറയുകയാണ്, ഇമാം അബ്ദുൽ മലിക് അൽ മൈമൂനി പറയുകയാണ്, വകുൻതു അറാ അബാ അബ്ദുല്ലാ യഖൂമു വയഅമലു ബിയദിഹി. ഇമാം അഹ്മദ് അധ്വാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നത്. നമ്മുടെയൊക്കെ ധാരണ ചിലപ്പോൾ ഇമാം അഹ്മദിനെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇമാം അഹ്മദ് എന്ന് കേൾക്കുമ്പോൾ ഒരു പള്ളിയിലിരുന്ന് ദീൻ പഠിപ്പിക്കുന്ന അത് മാത്രം ചെയ്യുന്ന ഒരാളാണ് എന്നതായിരിക്കാം ചിലപ്പോൾ നമുക്ക് തോന്നുക. അങ്ങനെ ആയിരുന്നില്ല. ഇമാം അഹ്മദ് ശമ്പളം വാങ്ങുമായിരുന്നില്ല ഭരണാധികാരികളിൽ നിന്ന്. അദ്ദേഹം അധ്വാനിച്ച് സമ്പാദിക്കുന്ന ആളായിരുന്നു. മറ്റ് യാതൊരു വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ദീൻ പഠിപ്പിക്കുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ശമ്പളമായിട്ടോ ഒന്നും അദ്ദേഹത്തിനൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. നേരെ മറിച്ചായിരുന്നു, ഭരണാധികാരികൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? അധ്വാനിച്ച് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വയുസ്ലിഹുഹു വയതആഹദു മനാസിലഹു. അദ്ദേഹം എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? കുറേ വീടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, വാടകയ്ക്ക് കൊടുക്കുന്ന വീടുണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ആ വീടുകൾ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് നന്നാക്കുന്നത്, കേടുപാടുകളൊക്കെ നന്നാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വദഖൽതു അലാ അബി അബ്ദുല്ലാ റഹിമഹുല്ലാഹ് മിറാറൻ ബൈതൻ. പലതവണ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഫറഅയ്തുഹു ളറബ ബിയദിഹി ഇലാ അർദിഹി ഫസവ്വാ തുറാബഹു ബിയദിഹി. അദ്ദേഹം ആ വീടിന്റെ നിലത്തുള്ള മണ്ണൊക്കെ തന്റെ കൈകൊണ്ട് അടിച്ച് ശരിയാക്കുന്നത്, അത് നിരപ്പാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ശിഷ്യനായ അബ്ദുൽ മലിക് അൽ മൈമൂനി റഹിമഹുല്ലാഹ് പറയുന്നത്. قال أخبرني محمد بن موسى قال سمعت أحمد بن عبد الرحمن البزوري يقول قال لي أبو عبد الله رحمه الله تعالى سنة 19 ഹിജറ 219 ഇമാം അഹ്മദ് എന്നോട് പറഞ്ഞു, ഹീന ഖദിമൽ മുഅ്തസിം വന്ന സന്ദർഭത്തിൽ, മുഅ്തസിം അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ, അതൈതുഹു വഹുവ യഅമലു ബിയദിഹി ഷൈഅൻ യറുമ്മുഹു ബിതീൻ. ഇമാം അഹ്മദ് തന്റെ കൈകൊണ്ട് മണ്ണുകൊണ്ടുള്ള വീട്, ആ വീട്ടിലെ കേടുപാടുകളൊക്കെ മണ്ണ് പതിച്ച് അത് തീർക്കുന്നത് ഞാൻ കണ്ടു. വയുഷീറു ഇല സുഖാൻ. എന്നിട്ട് അദ്ദേഹം പുറത്ത് താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു. അഥവാ ഈ വീടും വാടകയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഇമാം അഹ്മദ് അധ്വാനിച്ച് ജീവിച്ച ഒരാളായിരുന്നു എന്നർത്ഥം. അഖ്ബറനി സുഹൈർ ഇബ്നു സാലിഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഖാല സമിഅതു അബി. ഇമാം അഹ്മദിന്റെ പേരക്കുട്ടി പറയുകയാണ്, അദ്ദേഹം തന്റെ ഉപ്പ പറഞ്ഞതായിട്ട് പറയുകയാണ്. എൻ്റെ ഉപ്പ പറഞ്ഞു, കാ റുബ്ബമാ അഖദൽ ഖദൂം. ചിലപ്പോൾ ഇമാം അഹ്മദ് മഴുവെടുക്കും. വഖറജ ഇലാ ദാരി സുക്കാനി യഅമലു ഷൈഅ ബിയദിഹി. അങ്ങനെ വാടക കൊടുത്ത വീടുകളിലേക്കൊക്കെ പോയി ആ മഴുകൊണ്ട് അവിടെ പണിയെടുക്കാനുള്ളതൊക്കെ അദ്ദേഹം സ്വയം ചെയ്യുമായിരുന്നു. قال أخبرني محمد بن أبي هارون أن إسحاق بن إبراهيم بن هانئ حدثهم قال لي أبو عبد الله رحمه الله. ഇമാം അഹ്മദ് പറഞ്ഞു, قليل المال تصلحه فيبقى ولا يبقى الكثير مع الفساد. ഇമാം അഹ്മദിന്റെ ഒരു വലിയ ഉപദേശമാണ്. കുറച്ച് പണം, ഖലീലുൽ മാൽ, കുറച്ച് പണം, തുസ്ലിഹുഹു, അത് നീ ശരിയാക്കിയാൽ. പണം എന്ന മാത്രമായിക്കൊള്ളുന്നില്ല, മാൽ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള എന്തും പെടും. സ്വത്ത്, സമ്പത്ത്, സ്ഥലമാകാം, വീടാകാം, കെട്ടിടമാകാം, പണമാകാം, എന്തുമാകാം, സ്വർണമാകാം. അപ്പോൾ ഖലീലുൽ മാൽ, അങ്ങനെ കുറച്ച് സ്വത്തുണ്ട് ഒരാൾക്ക്, തുസ്ലിഹുഹു, അത് നീ നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ മണ്ണാണെങ്കിൽ അത് കൃഷി ചെയ്യുന്നു, കെട്ടിടമാണെങ്കിൽ അതിലെ കേടുപാടുകൾ തീർക്കുന്നു, പണമാണെങ്കിൽ അത് സൂക്ഷിച്ച് ചെലവഴിക്കുന്നു, അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അതിനെ സംരക്ഷിക്കുന്നത് ഫയബഖ, അങ്ങനെയാണെങ്കിൽ നിലനിൽക്കും. വലാ യബഖൽ കസീറു മഅൽ ഫസാദ്. വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, ഫസാദാണെങ്കിൽ വലാ യബഖൽ കസീർ, കുറേ പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കാണുന്നതാണ്, വലിയ പണക്കാരായി ജനിക്കുന്ന മക്കൾ അവർ മിക്കവാറും എന്ത് ചെയ്യും? അവരുടെ പണം ധൂർത്തടിച്ചില്ലാതെയാക്കും. അങ്ങനെയാണ് പറയുന്നത്, സാധാരണ അനുഭവം അങ്ങനെയാണ്. അല്ലെ, പണക്കാരുടെ മൂന്നാമത്തെ തലമുറ പാവപ്പെട്ടവരായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഉപ്പമാർ അധ്വാനിച്ചത്, സമ്പാദിച്ചത് അവർക്കറിയില്ല എങ്ങനെയാണെന്ന്, അതിൻ്റെ വില അറിയില്ല. അപ്പോൾ ഉള്ള പണത്തിൻ്റെ വിലയറിഞ്ഞ് സൂക്ഷിച്ച് അത് ചെലവഴിച്ച് അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അത് നിലനിൽക്കും. അത് കുറച്ചാണെങ്കിലും, കുറേ കിട്ടിയാൽ അത് സൂക്ഷിക്കാൻ അറിയാത്തവനാണെങ്കിൽ അവൻ അത് വലയബക്ക, നിലനിൽക്കുകയില്ല. സാധാരണ പറയാറുണ്ട്, സമ്പാദിക്കാൻ ആർക്കും സാധിക്കും, ആർക്കും പറ്റും, ചെലവഴിക്കാൻ ബുദ്ധി വേണം. അപ്പോൾ എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്നറിയുന്നവരാണെങ്കിൽ അവൻ്റെ സമ്പത്ത് നിലനിൽക്കും. قال أخبرنا هارون بن زياد قال حدثنا ابن أبي عمر قال حدثنا سفيان عن مسعر. സനദ് ഉദ്ധരിച്ചതിന് ശേഷം ഈ സനദ് പറഞ്ഞിട്ട് പറയുകയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖർഖു ഫിൽ മഈഷ. ഇമാം അഹ്മദിന്റെ ഇതേ വാക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്. അൽ ഖർഖു ഫിൽ മഈഷതി അഖ്വഫു ഇൻദി അലൈക്കും മിനൽ അവസ്.
എന്താണ് ഹർക്ക് എന്ന് പറഞ്ഞാൽ? ഹർക്ക് എന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്ന് പറയാം. അൽ ഖർഖു ഫിൽ മഈഷ, മഈഷത്തിന്റെ കാര്യത്തിൽ അബദ്ധം ചെയ്യുക എന്നുള്ളത്, സൂക്ഷ്മതയില്ലാതെ ചെലവഴിക്കുക എന്നുള്ളത്, ചെലവഴിക്കാൻ അറിയാതിരിക്കുക എന്നുള്ളത്. അഖ്വഫു ഇൻദി, അതാണ് ഞാൻ കൂടുതൽ പേടിക്കുന്നത്, മിനൽ അബസ്, ദാരിദ്ര്യത്തെക്കാൾ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനേക്കാൾ ഞാൻ പേടിക്കുന്നത് ചെലവഴിക്കാൻ അറിയാതിരിക്കുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ഹിക്മത്ത് നോക്കും. നമ്മൾ സാധാരണ കാണുന്ന ദരിദ്രരായ ആളുകൾ ചെലവഴിക്കാൻ അറിയാമെങ്കിൽ അവർ സന്തോഷത്തോടെ ജീവിക്കും. നമ്മൾ എത്രയോ ആളുകൾ കാണാറുണ്ട്. വളരെ സമ്പന്നരായ ആളുകൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൈനീട്ടി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില വീടുകളിലൊക്കെ ഉപ്പമാർ മരിച്ചു പോയിട്ട് ഉമ്മ മാത്രം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പറമ്പിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി അരി എവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങി അവർ മക്കളെ തീറ്റിപ്പോരി വളർത്തും, ഒരു കുഴപ്പമില്ലാതെ. എന്നാലോ നല്ല വരുമാനമുള്ള ആളുകൾ ദൂർത്തടിച്ച് അവർ പിന്നീട് കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പണം എങ്ങനെ ചെലവഴിക്കണം എന്നറിയാത്ത അവസ്ഥയാണ് ഞാൻ കൂടുതൽ പേടിക്കുന്നത് ദാരിദ്ര്യത്തെക്കാൾ. ലാ യഖില്ലു ഷൈഉൻ മഅൽ ഇസ്ലാഹ്, നല്ലവണ്ണം ബുദ്ധിപൂർവം കൊണ്ടു നടന്നാൽ ഒന്നും ചെറുതല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ, സമ്പത്ത്, മറ്റു വിഭവങ്ങൾ, അത് നമ്മൾ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെറുതെന്ന് പറയാൻ കഴിയില്ല. ചെറിയൊരു വീടാണ്, അത് വേണ്ട രൂപത്തിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ വൃത്തിയാക്കി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അത് അതിൻ്റെ കേടുപാടുകൾ തീർത്ത്, വലിയ പണിയൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന പണിയെടുത്ത് അത് കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് ചെറുതല്ല, പിന്നെ അത് വലുതാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വലാ യബ്ഖാ ഷൈഉൻ മഅൽ ഫസാദ്, നേരെ മറിച്ച് ഫസാദാണെങ്കിൽ, നമ്മൾ ഫസാദാക്കുകയാണെങ്കിൽ എത്ര വലുതായിട്ടും കാര്യമില്ല. വലിയ വീടുകളുണ്ടാവും, ചില അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും, അത് വേണ്ട രൂപത്തിൽ പരിചരിക്കാത്ത ആളുകളാണെങ്കിൽ. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യം സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കുറഞ്ഞ വിഭവങ്ങളാണെങ്കിലും അത് ചെറുതല്ല. സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ കഴിയാത്തവർക്ക് എത്ര കിട്ടിയിട്ടും പ്രയോജനവുമില്ല എന്നർത്ഥം. ഇമാം അഹ്മദ് പറഞ്ഞത് ഇതേ ആശയമാണ്. قال أخبرني حرب بن إسماعيل قال حدثنا المسيب بن واضح قال أشعث قلت لإبراهيم بن أدهم, ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറയുന്നത് താബിഇയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഈ വ്യക്തി അശ്അത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, അക്രി നഫ്സി ഫി സൂഖി, ഞാൻ അങ്ങാടിയിൽ പോയി എന്നെ തന്നെ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൂലിപ്പണി എടുക്കുന്നു എന്നർത്ഥം. അല്ലെ, കൂലിപ്പണി എടുക്കുന്ന ആൾ സ്വന്തം തടി വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയാണ്. വതഫൂതുനി സ്വലാഹ് ഫിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം എനിക്ക് നഷ്ടപ്പെടും. ഖാല ഇക്രി നഫ്സക ഇലാ ഹീൻ, അപ്പോൾ അദ്ദേഹം മസാല ചോദിക്കുകയാണ്, ഞാൻ അധ്വാനിക്കാൻ പോയാൽ, ജോലിക്ക് പോയാൽ ജമാഅത്ത് നഷ്ടപ്പെടും, എന്താണ് ചെയ്യേണ്ടത്? ഖാല, അപ്പോൾ ഇബ്രാഹിം ബിൻ അദ്ഹം പറഞ്ഞു. ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം താബിഈങ്ങളുടെ കൂട്ടത്തിൽ വലിയ സാഹിദായിട്ട് അറിയപ്പെട്ട ആളാണ്. സൂഫികൾ, അദ്ദേഹം സൂഫിയാണെന്നാണ് പറയുന്നത്. അത്ര വലിയ ഇബാദത്തിന്റെയും സുഹുദിന്റെയും ഒക്കെ നേതാവാണ്. അദ്ദേഹം പറയുകയാണ്, ഇക്രി നഫ്സക ഇലാ ഹീൻ, കുറച്ചു കാലം നീ ഈ കൂലിപ്പണി എടുക്കുക. വസ്തഗ്നി അനിൻ നാസ്, എന്നിട്ട് ജനങ്ങളിൽ നിന്ന് നിരാശ്രയനായി ആരെയും ആശ്രയിക്കാതെ കൈനീട്ടാതെ ജീവിക്കുക. വസല്ലി സ്വലവാതി ലിൽ വഖ്ത്, വഖ്താകുമ്പോൾ നീ നമസ്കരിക്കുകയും ചെയ്യുക, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വഖ്തിന് നമസ്കരിക്കുക. ഇലാ ഹീൻ, കുറച്ചു കാലം എന്നാണ് പറഞ്ഞത്. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ മറ്റൊരു പണി കിട്ടുന്നത് വരെ. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, ജോലി ചെയ്യുമ്പോൾ നമസ്കാരം നഷ്ടപ്പെടുന്നു, ജമാഅത്ത് നഷ്ടപ്പെടുന്നു. മറ്റൊരു ജോലി നോക്കുകയാണ് വേണ്ടത്, സംശയമില്ല. ജമാഅത്ത് നമസ്കാരം വാജിബാണ്, ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുന്ന ഒരു ജോലി നോക്കുക. അതുവരെ എന്ത് ചെയ്യും? രണ്ട് അവസരങ്ങളാണ് നമുക്കുള്ളത്. ഒന്നുകിൽ ജോലി ചെയ്ത് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് ആളുകളുടെ മുന്നിൽ കൈനീട്ടാം. കൈനീട്ടുന്നതിന്റെ ഹുക്കം എന്താണ്? വൻപാപമാണ്, കബീറത്താണ്. ലാ യസാലു അസ്സുആലു ബിൽ മർഇ ഹത്താ യഅതിയ യൗമൽ ഖിയാമ വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്ം. ഒരാൾ ആളുകളോട് യാചിച്ച് ചോദിച്ച് നടക്കും, എത്രത്തോളം? പരലോകത്ത് വരുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു കഷ്ണം ഇറച്ചി പോലും ഉണ്ടാവുകയില്ല. യാചനക്കുള്ള ശിക്ഷ ഇതാണ്. പരലോകത്ത് വരുമ്പോൾ മുഖത്തിറച്ചി ഉണ്ടാവില്ല. മുഖത്തിറച്ചി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തലയോട്ടി മാത്രമായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ പരലോകത്ത് വരേണ്ടി വരും. പരലോകത്ത് ഇങ്ങനെയുള്ള ശിക്ഷയുണ്ട്. ഏത് ശിക്ഷയായാലും ഇന്ന കാര്യത്തിന് പരലോകത്ത് ഇന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ശിക്ഷ തന്നെ കിട്ടുന്നത്? മുഖത്ത് മാംസമില്ലാതെ പരലോകത്ത് വരാൻ കാരണം, അറബിയിൽ മാ ഉൽ വജ്ഹ് എന്ന് പറയും, മുഖത്തെ വെള്ളം എന്ന് പറയും. ഒരാൾ മറ്റൊരാളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തെ വെള്ളം നഷ്ടപ്പെട്ടു എന്നാണ് പറയാം. ദഹബ മാ വജ്ഹിഹി. കാരണം എന്താ? അവന്റെ മുഖം വിളറിപ്പോകും. നമ്മളൊരാൾ ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു വിളറിയ ഭാവമായിരിക്കും. അതിനാണ് ഈ പ്രയോഗം. അപ്പോൾ നമ്മുടെ മുഖം അതിനെ നമ്മൾ
വികൃതമാക്കിയിട്ടാണ് ആളുകളോട് ചോദിക്കുന്നത്. നമ്മൾ അഭിമാനത്തോടെയാണോ ചോദിക്കുക? അല്ല, നമ്മുടെ മുഖത്ത് ഒരു യാചകന്റെ ഭാവമായിരിക്കും. അപ്പം അങ്ങനെ സ്വന്തം മുഖത്തെ വഷളാക്കിയത് കൊണ്ട് അതുപോലെയുള്ള ശിക്ഷ പരലോകത്ത് നൽകുന്നതാണ്. കുടുങ്ങിപ്പോയിട്ട് ലറൂറത്തിൻ്റെ അവസ്ഥയിൽ ചോദിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. രോഗിയാണ്, അധ്വാനിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ കടം ബാധിച്ച് മറ്റു വഴികളില്ലാതെയായി, അങ്ങനെയുള്ള ആളുകൾക്ക് ചോദിക്കാൻ വിശ്വാസം അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ ആരോഗ്യമുണ്ടായിട്ട് ചോദിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ പോലും അത്യാവശ്യത്തിനുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കാനാണെങ്കിൽ ജോലി ചെയ്യണം എന്നാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള ഇവിടെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിരുപാധികമല്ല, ഇലാഹീൻ എന്ന് അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലം എന്ന് അദ്ദേഹം പറഞ്ഞു. قال أخبرنا أبو بكر المرودي قال سمعت أبا جعفر الخراساني قال سمعت شعيبا يقول قلت لسفيان الثوري. ഇനി അടുത്ത ഫത്വ ഇതേ മസലയിൽ കൊടുക്കുന്നത് സുഫിയാൻ അസ്സൗരിയാണ്. ഇമാം സുഫിയാൻ അസ്സൗരി. സുഫിയാൻ അസ്സൗരി ആരാണ്? ഇമാം അഹ്മദിന് വളരെ ഇഷ്ടമായിരുന്നു. ഇമാം അഹ്മദ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷെ ഇമാം അഹ്മദിന് വളരെ ഇഷ്ടമുള്ള ഒരു ഇമാമായിരുന്നു സുഫിയാൻ അസ്സൗരി. അദ്ദേഹത്തിൻ്റെ ഇബാദത്തും ദീനും ഒക്കെ കേട്ടിട്ട് ഇമാം അഹ്മദ് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഇമാമാണ് സുഫിയാൻ അസ്സൗരി റഹ്മഹു. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഈ മഹാനായ ഇമാം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, മാ തഖൂലു ഫി റജുലിൻ ഖസ്സാർ, ഒരു മനുഷ്യൻ ജോലിക്കാരനാണ്. ഖസ്സാർ എന്ന് പറഞ്ഞ ജോലി എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു ജോലിയാണ്. ഇദക്തസബ ദിർഹം, അദ്ദേഹം ദിർഹം ഉണ്ടാക്കാൻ പോയാൽ, അധ്വാനിക്കാൻ പോയാൽ, കാന ഫി ദിർഹമി മാ യഖൂതുഹു വയഖൂതു ഇയാലഹു, അവനും അവൻ്റെ കുടുംബത്തിനുമുള്ള ഭക്ഷണം കിട്ടും. അതിനാണ് സമ്പാദിക്കുന്നത്. ആവശ്യം കവിഞ്ഞ് കൂടുതൽ അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടല്ല, ലക്ഷറിക്ക് വേണ്ടിയിട്ടല്ല, അവനും അവൻ്റെ കുടുംബത്തിനുമുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ ഭക്ഷണം കിട്ടും. ലം യുദ്രിക് സ്വലാത്ത ഫി ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടും. ഫഇദക്തസബ അർബഅത ദവാനീഖ്, 4 ദാനൂഖ്. ദാനൂഖ് എന്ന് പറഞ്ഞാൽ ദിർഹമിൻ്റെ താഴെയുള്ള തുകയാണ്, നമ്മൾ രൂപ പൈസ എന്ന് പറയുന്ന പോലെ. അപ്പോൾ രൂപ കിട്ടും ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ. ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ ജമാഅത്തൊക്കെ നമസ്കരിച്ച് അവൻ്റെ ജോലി ചെയ്യുകയാണെങ്കിൽ അവന് ദിർഹമിൽ താഴെയുള്ള 4 ദാനൂഖ് മാത്രമേ കിട്ടുകയുള്ളൂ. അദ്റക സ്വലാത്ത ഫി ജമാഅ വലം യകുൻ ഫിൽ അർബഅത്തി ദവാനീഖ് മാ യഖൂതുഹു വയഖൂതു ഇയാലഹു, അവനും അവൻ്റെ കുട്ടികൾക്കും ഈ തുക കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല, അത്യാവശ്യം വേണ്ട ചെലവ് നടക്കുകയില്ല ജമാഅത്തിൽ പങ്കെടുത്താൽ. അപ്പോൾ ജോലിയുണ്ട്, പക്ഷെ ആവശ്യത്തിന് തികയുകയില്ല, അങ്ങനെയുള്ള അവസ്ഥയായിരിക്കും. ഫഅയ്യുഹുമ അഫ്ളൽ, അതിലേതാണ് അഫ്ളൽ? അദ്ദേഹം പറഞ്ഞു, യക്സിബു ദിർഹം വയുസല്ലി വഹ്ദഹു അഫ്ളൽ, അവൻ ദിർഹം ഉണ്ടാക്കി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതാണ് അഫ്ളൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു. സുഫിയാൻ അസ്സൗരിയുടെ ഫത്വയാണ് നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തിൽ. ജമാഅത്ത് നഷ്ടപ്പെടുന്ന ജോലി ചെയ്യണോ എന്ന കാര്യത്തിൽ ഇതെന്തെങ്കിലും സംശയമുണ്ടോ? ഇത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ പറഞ്ഞത്? ഇതിനെതിരായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അന്വേഷിക്കണം, അതെ, അതിനല്ലേ പറഞ്ഞത്. അതെ, പാടില്ല. അതെ, ഈ പറഞ്ഞതന്നെയല്ലേ, ഇത് തന്നെയല്ലേ ആ ജോലി ഈ ജോലി ഒഴിവാക്കിയിട്ട് നോക്കാനോ? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞോ? നിസ്കാരം നഷ്ടപ്പെടുന്ന ജോലി ചെയ്യാൻ പാടില്ല. നിസ്കാരം നഷ്ടപ്പെടുന്ന ജോലിയല്ല, ജമാഅത്ത് നഷ്ടപ്പെടുന്ന ജോലി ചെയ്യണമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത്. ഈ അസറുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു ഉലമാക്കളുടെ ഫത്വയൊക്കെ അങ്ങനെയാണ് കണ്ടത്. താടിൻ്റെ വിഷയം ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞത് മറ്റൊരു ജോലി നോക്കട്ടെ എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? മറ്റൊരു ജോലി നോക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ജോലി കിട്ടണമല്ലോ, അല്ലേ? മറ്റൊരു ജോലി കിട്ടാനുള്ളത് കൊണ്ടാണല്ലോ ഈ ജോലി ഉപേക്ഷിച്ച് അവൻ വേറെ ജോലി ചെയ്യട്ടെ എന്നർത്ഥം, അല്ലേ? ജോലി ഇല്ലാതെ അവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ജോലി ചെയ്യാതെ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, വേറെ ജോലി നോക്കട്ടെ, അത്രേ ഉള്ളൂ. ആ ജോലി നോക്കുന്ന സമയം എന്താണ് അവൻ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ജോലി നോക്കി, ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞ പോലെ ജോലി നോക്കി, എന്നിട്ട് ജോലി കിട്ടിയില്ല, അപ്പം എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ശരിയാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് കാലം ജോലി നിർത്തിയിട്ട് തൽക്കാലം കടം വാങ്ങിയിട്ടോ, അല്ല കടം വാങ്ങുന്നത് പ്രശ്നമില്ല, യാചനയും കടം തമ്മിൽ വ്യത്യാസമുണ്ട്.
എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 2 മാസമൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് ജോലി കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, അത്രയും കാലം ജമാഅത്തിൽ പങ്കെടുക്കാം. ഈ ജോലി ഒഴിവാക്കിയിട്ട് കടം വാങ്ങിയ പൈസ ഉപയോഗിച്ച് ജീവിക്കാം. കടം വാങ്ങുമ്പോൾ എന്ത് വേണം, വീട്ടാൻ കഴിയുന്നുള്ള പ്രതീക്ഷ വേണം, അതായത് കടം വാങ്ങാൻ പാടില്ല. അപ്പോൾ പ്രതീക്ഷ ഉണ്ടാവണേ എന്ത് വേണം, വേറെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണം, എന്നാലേ കടം വീട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ കുഴപ്പമില്ല. 100% ഉറപ്പാണ് എനിക്ക് ജോലി വേറെ കിട്ടാൻ പോകുന്നില്ല. അവിടെയാണ് നമ്മളെ ചോദ്യം. ജോലി ചെയ്യാതെ വീട്ടിലിരിക്കണോ, എന്നിട്ട് ആളുകളോട് കൈ നീട്ടണോ, അതോ ജമാഅത്ത് നഷ്ടപ്പെടുന്ന ജോലി ചെയ്യണോ? ഇതിലാരും തന്നെ ആ ജോലി ചെയ്യാൻ ഒഴിവാക്കാൻ പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ദലീലാണ് നമുക്ക് പ്രധാനം. ദലീൽ എന്താണ്? ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നത് തെറ്റാണ്, ജമാഅത്ത് വാജിബാണ്. പക്ഷേ വേറെ വരുമാനം ഉണ്ടെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. ജോലി ചെയ്യണമെന്നില്ല. ജോലി ചെയ്യുന്നതിന് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ജീവിക്കാൻ വഴിയുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ഈ ജോലി ഒഴിവാക്കാം, യാതൊരു സംശയമില്ല. അതാണ് ഇവിടെ ചോദിച്ചത്. ചോദ്യം എന്താണ്? ഇമാം സുഫിയാൻ സൗരിയോട് ചോദിച്ചത്, അവനും അവൻ്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല ഈ ദിർഹം കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ജോലി ചെയ്യാണ് വേണ്ടത്. അടുത്ത അസർ, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടിരുന്ന ആളാണെങ്കിൽ, അതായത് കടം വീട്ടാൻ സാധിക്കും, മറ്റൊരു ജോലി കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, കടം വീട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് കടം വാങ്ങിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ സഹായിക്കാം. അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ആളുകളെ പറ്റി പരമാവധി നല്ലത് വിചാരിക്കുക. അപ്പം ചില ആളുകൾക്ക് എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കില്ല. ഷെയ്ഖ് ബിൻ ബാസിനോട് ചോദിച്ച്, ഒരാൾ നല്ല വലിയ ജോലികൾ ചെയ്തിരുന്ന ആളാണ്, അതായത് കുറച്ച് ശമ്പളം കൂടുതലുള്ള, അതുപോലെ തന്നെ നല്ല ആദരിക്കപ്പെടുന്ന ജോലികളൊക്കെ ചെയ്തിരുന്ന ആളാണ്. അയാൾക്ക് അങ്ങനെയുള്ള ജോലിയൊന്നും കിട്ടുന്നില്ല. കിട്ടുന്നത് താഴ്ന്ന നിലവാരത്തിലുള്ള ജോലികളാണ്. ഒരു സ്വീപ്പർ ജോലി, അടിച്ചു വരുന്ന ജോലി, ക്ലീൻ ചെയ്യുന്ന ജോലി, ഇതൊക്കെയാണ് കിട്ടുന്നുള്ളൂ. അയാൾ മുമ്പ് ചെയ്തിരുന്നത് കുറച്ച് അന്തസ്സുള്ള ജോലികളായിരുന്നു. അതുകൊണ്ട് ഇയാൾ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞത് കൊടുക്കാമെന്നാണ്. കാരണം അവനെ കൊണ്ട് സാധിക്കില്ല. അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ജോലി ചെയ്യാനുള്ള കഴിവില്ല അവൻ. അത് ശരീരം കൊണ്ട് കഴിയാത്ത പോലെ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സിനും കഴിവില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ, അധ്വാനിക്കാൻ കഴിയുന്ന ആളാണ്, മടിയാണ് കാരണം എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലാഹു അഅലം. അടുത്ത അസർ, അഖ്ബറനി അബൂബക്കർ അൽ-മർറൂദി റഹിമഹുല്ലാഹ് ഖാല ഖുൽതു ലി അബി അബ്ദുല്ലാഹ്, ഇമാം അഹ്മദിനോട് ചോദിച്ചു. മർറൂദി ഇമാം അഹ്മദിന്റെ ഏറ്റവും മുതിർന്ന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. സുഫിയാൻ സൗരി ഫി അയ്യി ഷൈഇൻ ഖറജ ഇലൽ യമൻ. സുഫിയാൻ സൗരി എന്തിനാണ് യമനിലേക്ക് പോയത്? അദ്ദേഹം യമനിൽ പോയിട്ടുണ്ട്. സുഫിയാൻ സൗരി എവിടെയുള്ള ആളാണ്? ഇറാഖിയാണ്. ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഇന്നത്തെ മാപ്പിൽ നോക്കിയാൽ സൗദി അറേബ്യ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. സൗദിയുടെ ദേശം വടക്ക് ഭാഗത്തായിരിക്കും ഇറാഖ്. അവിടുന്ന് വന്ന് തെക്കോട്ട് വന്ന് മക്കയൊക്കെ കഴിഞ്ഞ് അങ്ങനെ യമനിലേക്ക് പോകണം. ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ എന്തിനാണ് സുഫിയാൻ സൗരി യമനിലേക്ക് പോയത്? ഖാല ഖറജ ലിത്തിജാറതി വലിലുഖി മഅ്മർ. മഅ്മർ ഇബ്നു റാഷിദ് എന്ന് പറയുന്ന യമനിലെ വലിയൊരു മുഹദ്ദിസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനും കച്ചവടത്തിനും വേണ്ടി 2 ഉദ്ദേശം ഉണ്ടായിരുന്നു ഇമാം സുഫിയാൻ സൗരി. അപ്പോൾ ഇമാം സുഫിയാൻ സൗരി വലിയ ആലിമാണ്, മുഹദ്ദിസാണ്, വലിയ പണ്ഡിതനാണ്, ഫഖീഹാണ്. ഇത്രയും വലിയ പണ്ഡിതൻ കച്ചവടത്തിന് യമനിൽ പോയി, ഇത്ര ദൂരെ യാത്ര ചെയ്തു. അപ്പോൾ ഈ ആലിമിനെ കാണാനും കച്ചവടം ചെയ്യാൻ രണ്ടിനും കൂടിയാണ് പോയത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന ആളുകളൊക്കെ കച്ചവടം ചെയ്താൽ അതൊരു മോശമായിട്ടാണ് കാണുന്നത്. അല്ല, എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഞാൻ സൗദിയിലേക്ക് പോകുന്നത് അവിടെ പഠനവും ജോലിയും അല്ലെങ്കിൽ പഠനവും കച്ചവടവും എന്ന് പറഞ്ഞാൽ ആളുകൾ കുറച്ച് ചിലപ്പോൾ മോശമായിട്ട് കാണും. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. സുഫിയാൻ സൗരി എന്ന് പറയുന്ന ഈ വലിയ ഇമാം, അദ്ദേഹത്തിന്റെ തലബുൽ ഇൽമും കച്ചവടവും ഒന്നിച്ചായിരുന്നു ചെയ്തത് ഈ യാത്രയിൽ. അല്ലാഹു തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും. ഹജ്ജിന്റെ സമയത്ത് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ഹജ്ജിന് പോകുന്ന സമയത്ത് വേണമെങ്കിൽ കുറേ ചരക്ക് കൊണ്ടുപോയിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് അവിടെ അത് വിൽക്കാം. അങ്ങനെ ചെയ്തിരുന്ന ആളുകളുണ്ട് മക്കത്ത്. അതുപോലെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് കച്ചവടത്തിന്റെ കുറേ ചരക്ക് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത് അല്ലാഹു തആല പ്രത്യേകം അനുവദിച്ചാണ് ഖുർആനിൽ. അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുഫിയാൻ സൗരി യമനിലേക്ക് പോയത് കച്ചവടത്തിന് വേണ്ടിയായിരുന്നു. ഖാല ഖറജ ലിത്തിജാറതി വലിലുഖി മഅ്മർ ഖാലു കാന ലഹു 100 ദീനാർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മർറൂദി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത് 100 ദീനാർ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അഥവാ സുഫിയാൻ സൗരി വലിയ പണക്കാരനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മർറൂദി ഇമാം അഹ്മദിനോട് പറഞ്ഞപ്പോൾ, കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അദ്ദേഹം വലിയ പൈസക്കാരനായിരുന്നു. 100 ദീനാർ എന്ന് പറഞ്ഞാൽ 100 സ്വർണ്ണ നാണയമാണ്. 100 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ അത്ര അത്യാവശ്യം നല്ല സംഖ്യയാണ്. അത്രയും വലിയ പണക്കാരനായിരുന്നു സുഫിയാൻ സൗരി എന്ന് പറഞ്ഞു.
ഖാല ഇമാം അഹ്മദ് പറഞ്ഞു അമ്മ 70 ഫസഹീഹ 70 ദീനാർ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, അത് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. قال أخبرنا يحيى بن أبي طالب الأنطاكي قال حدثنا المسيب بن واضح قال لي يوسف بن أسباط യൂസുഫ് ഇബ്നു അസ്ബാത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു മാത സുഫിയാൻ സൗരി മരിച്ചപ്പോൾ ഖല്ലഫ 200 ദീനാർ 200 ദീനാർ അനന്തര സ്വത്തുണ്ടായിരുന്നു. അനന്തരാവകാശികൾക്ക് 200 ദീനാർ വിട്ടിട്ടാണ് പോയത്. ഖുൽതു ലഹു വമിൻ ഐന കാന ലഹു 200 ദീനാർ വഹുവ കാന സാഹിദൽ ഉലമ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എവിടുന്നാണ് 200 ദീനാർ കിട്ടിയത്? വഹുവ കാന സാഹിദൽ ഉലമ, ഉലമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിദാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ യൂസുഫ് ബിൻ അസ്ബാത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞു കാന യദഉ ശൈഅ ബഅദ ശൈഇ മഅ ഇഖ്വാനിഹി. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളുടെ കൂടെ പാർട്ണർഷിപ്പായി കച്ചവടം ചെയ്യുമായിരുന്നു. കുറച്ച് പൈസ കൊടുക്കും, കച്ചവടക്കാർക്ക് അദ്ദേഹത്തിന്റെ വക കുറച്ച് മുടക്കുമുതൽ അദ്ദേഹം കൊടുക്കുമായിരുന്നു. അങ്ങനെ കച്ചവടം ചെയ്തു. ഫബൂരിക ലഹു ഫീഹി, അതിൽ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു. അതാണ് പ്രധാനം അല്ലെ, ബർക്കത്ത്. അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് കിട്ടണം. ബർക്കത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് നന്നാവണം. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹു ബർക്കത്ത് തരിക. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റത്തുൽ ഖൈരി വസുബൂത്തുഹു, ഖൈർ വർദ്ധിക്കുക, ആ ഖൈർ നിലനിൽക്കുക. അപ്പോൾ ഏതൊരു കാര്യത്തിനും ബർക്കത്തുണ്ടോ അതാണ് പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്നതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളിൽ ബർക്കത്ത് ചെയ്യണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി സാഇന വമുദ്ദിന, മദീനയിൽ ഞങ്ങളുടെ കൃഷി അല്ലെ, കൃഷി ചെയ്തിട്ട് അവിടെ തമ്രാണ് കാര്യമായ കൃഷി. തമ്ര അളക്കുന്നത് മുദ്ദും സാവും ഒക്കെ ആയിട്ടാണ്, കോരിക്കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മദീനയിലെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഞാൻ ആലോചിച്ച് നോക്കി, ഇന്നും അവിടെ വളരെ നല്ല നിലക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബർക്കത്താണ് പ്രധാനം. ചിലപ്പോൾ രണ്ടാളുകൾ ഒരേ സബബുകൾ ചെയ്യും, ഒരേ തുക കൊണ്ട് കച്ചവടം ചെയ്തു, ഒരേ മുടക്കുമുതൽ, ഒരേ അധ്വാനം. ഒരുപക്ഷെ ഒരാൾ കൂടുതൽ അധ്വാനിച്ചിരിക്കും, കൂടുതൽ തന്ത്രപരമായി ചെയ്തിരിക്കും, പക്ഷേ രണ്ടാമത്തവനായിരിക്കും, ബുദ്ധിയില്ലാത്തവനായിരിക്കും മുന്നിലെത്തുന്നത്. കാരണം എന്താണ്? അള്ളാഹു ബർക്കത്ത് ചെയ്തു. അപ്പോൾ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. അങ്ങനെ സുഫിയാൻ സൗരിക്ക് ബർക്കത്തുണ്ടായി. അദ്ദേഹത്തിന് ബർക്കത്തുണ്ടാകുന്ന സ്വാഭാവികമാണ്, വലിയ ഇമാമാണ്, ആബിദാണ്. വകാന സുഫിയാൻ സൗരി യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു മാ കാനത്തിൽ ഖുവ്വതു മുൻദു ബഅസ അല്ലാഹു അസ്സ വജല്ല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ച അന്നു മുതൽ ഇന്ന് വരെയുള്ള കാലം, ഈ കാലത്തിനിടക്ക് ഖുവ്വത്ത്, ശക്തി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാലം, അൻഫഅ ലി അഹ്ലിഹ, ശക്തിയുള്ളവർക്ക് അവരുടെ ശക്തി കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന കാലം ഏതാണ്? ഫിഹാദ സമാൻ, ഈ കാലമാണ്. ശക്തി എന്ന് പറഞ്ഞാൽ സമ്പത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ, സാമ്പത്തികമായുള്ള ശക്തി. അതുകൊണ്ട് പ്രയോജനമുള്ള ഏറ്റവും പ്രയോജനമുള്ള കാലമാണിത്. പറയാൻ കാരണം എന്താ? കാലം മുന്നോട്ട് പോകും തോറും ആളുകൾ നന്നാവണം ചെയ്യുക, കേടുവരാൻ ചെയ്യുക, കേടുവരും അല്ലേ. ലൻ യഅതിയ ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, ഓരോ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷത്തേക്കാൾ മോശമായിരിക്കും. ഇതാണ് സാധാരണഗതിയിലുള്ള അവസ്ഥ. എന്നാൽ ചില ആളുകൾ മുൻഗാമികളെക്കാൾ നല്ലവർ പിൽക്കാലത്ത് വരാൻ സാധ്യതയുണ്ട്, സഹാബത്തിന് ശേഷം ചില വ്യക്തികൾ. പക്ഷെ ഒരു തലമുറ ഒന്നാകെ എടുത്ത് നോക്കിയാൽ മിക്കവാറും എന്തായിരിക്കും? ഫസാദായിരിക്കും കൂടി വരുന്നത്. അപ്പോൾ സുഫിയാൻ സൗരി നോക്കുമ്പോൾ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളെക്കാൾ മോശക്കാരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾ മോശമാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ദീനുള്ള ആളുകളെ അടിച്ചമർത്തും, പരിഹസിക്കും, പുച്ഛിക്കും, അവരെ പ്രയാസപ്പെടുത്തും. അപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പിടിച്ചു നിൽക്കാൻ സാധിക്കും, അവരെ അടക്കി നിർത്താൻ സാധിക്കും. അതാണ് അദ്ദേഹം പറയാൻ കാരണം. അല്ലെ, സഹാബത്തിന്റെ കാലത്ത് ഒരാൾ ദരിദ്രനാണെങ്കിലും അവനെ ആരും പരിഹസിക്കാൻ പോകുന്നില്ല. അല്ലെ, നിങ്ങൾ ദീനുള്ള ആളുകൾ, ദീനിന്റെ പേരിൽ ദീനാണ് കാരണം ഈ ദാരിദ്ര്യത്തിന്, എന്നൊന്നും പറയാൻ ആരുമില്ല. അങ്ങനെ ദരിദ്രനായ ഒരാളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ ആരും വരുന്നില്ല. അല്ലെ, ഒരാളുടെ കീഴിൽ ഒരു അടിമയുണ്ട്, അപ്പോൾ അവൻ അടിമയാണ്, ദരിദ്രനാണ്, അവനെ കൊണ്ട് ഹറാമുകൾ ചെയ്യിപ്പിക്കുക, അങ്ങനെ ആരും ചെയ്യില്ല. സഹാബത്താണ് അവർ. എന്നാലോ ഇന്നങ്ങനെയല്ല. ഇന്ന് ആളുകൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ കൊണ്ട് അവരുടെ തിന്മകൾ ചെയ്യാൻ അവർ കൂട്ടുപിടിക്കും. പാവപ്പെട്ട ആളുകളെ, ഭരണാധികാരികളൊക്കെ സാധുക്കളായ ആളുകളെ അവരുടെ തിന്മകൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ശക്തി വേണം, സമ്പത്ത് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുഫിയാൻ സൗരി ഇത് പറയുന്ന കാലം നമ്മുടെ കാലം നമ്മൾ താരതമ്യം ചെയ്യുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളിന്ന് അനുഭവിക്കുന്നതാണിത് അല്ലെ. പല ആളുകളും പരാതി. ഇപ്പം നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെ, നമസ്കരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമസ്കരിക്കാൻ പറ്റാത്തത്? അവിടുത്തെ വേലക്കാരനായതുകൊണ്ടാണ്. ആ കമ്പനിയുടെ മുതലാളിയാണെങ്കിലോ അവൻ ജമാഅത്തിൽ പങ്കെടുക്കാം, അവനെ കമ്പനിയിൽ പള്ളി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് മോശമല്ല. നിഅമൽ മാലു സാലിഹു ലിറജുലി സാലിഹ്, പണം നല്ല ആൾക്ക് കിട്ടിയാൽ എത്ര നല്ലതാണ് എന്നാണ്. അല്ല, ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാലും ഇല്ലെങ്കിലും സമ്പത്ത് കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് വേറെ ആളുടെ കയ്യിൽ, ഒരു ഫാസിക്കായ ഫാജിറായ അതിനേക്കാൾ മോശമായ ആളുകളുടെ കയ്യിലേക്ക് പോകും. അപ്പോൾ എന്താ നല്ലത്?
സാലിഹ്യങ്ങളായ ആളുകളുടെ കയ്യിലുണ്ടാകുന്നതാണ് നല്ലത്. സുഫിയാൻ സൗരിയുടെ വാക്കാണിത്. قال أخبرني محمد بن عمرو بن مكرم قال سمعت أبا الحسن الزاهد يقول قال رجل لسفيان بن عيينة സമയോ സുഫിയാൻ ഇബ്നു ഉയൈനയോട് ഒരാൾ പറഞ്ഞു, ഒരു 5 മിനിറ്റ്. സുഫിയാൻ ഇബ്നു ഉയൈനയോട് ഒരാൾ ചോദിച്ചു, യകൂനു റജുലു സാഹിദൻ വഇൻദഹു 100 ദീനാർ, 100 ദീനാർ കയ്യിലുണ്ടായിരിക്കെ ഒരാൾക്ക് സാഹിദാവാൻ സാധിക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്. നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാക്കാണ്. 100 ദീനാർ ഒരാളുടെ കയ്യിലുണ്ടായിട്ട് അയാൾക്ക് സാഹിദാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? വിരക്തൻ, ഭൗതിക വിരക്തൻ, അല്ലെ ദുനിയാവിനോട് താല്പര്യമില്ലാത്തവൻ, സാഹിദ്. പല ഉലമാക്കളുടെയും ചരിത്രത്തിൽ കാണാം കാന സാഹിദൻ ഫി ദുനിയ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ സുഫിയാൻ സൗരിയെ കുറിച്ച് സാഹിദുൽ ഉലമ, ഉലമാക്കളിൽ ഏറ്റവും വലിയ സാഹിദാണ് എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ സാഹിദ് ആവാൻ സാധിക്കുമോ 100 ദീനാർ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ന് ചോദിച്ചു. ഖാല നഅം, സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞു അതെ. സുഫിയാൻ ഇബ്നു ഉയൈന ഹിജ്റ 200 മുമ്പ് മരണപ്പെട്ട വലിയ പണ്ഡിതനാണ്. മക്കയിലുണ്ടായിരുന്ന ഒരു വലിയ തഫ്സീറിന്റെ ഇമാമാണ്. ഖാല നഅം വകൈഫ ദാലിക, അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ സാധിക്കും? 100 ദീനാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പണക്കാരനാണ്. പണക്കാരൻ എങ്ങനെയാണ് സാഹിദാവുക? അദ്ദേഹം പറഞ്ഞു, ഇൻ നഖസത് ലം യഗ്തം വഇൻ സാദത് ലം യഫ്റഹ് വലാ യക്റഹുൽ മൗത ലിഫിറാഖിഹി. 3 ലക്ഷണങ്ങളാണ്. ഇതുണ്ടെങ്കിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും അവൻ സാഹിദാണ്. ഒന്ന്, ലം യഗ്തം ഇദാ നഖസ്, അത് കുറഞ്ഞു പോയാൽ അവന് വിഷമമില്ല. 200 ഉള്ളത് ഒരു ദിവസം ഒന്നുമില്ലാതെയായി, അല്ലെങ്കിൽ 100ആയി, 50ആയി, 0ആയി, അവന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. വൈൻ സാദത് ലം യഫ്റഹ്, 200 ഉള്ളത് 400ആയി, അതിന്റെ പേരിൽ അവൻ മതിമറന്ന് സന്തോഷിക്കുകയില്ല. വലാ യക്റഹുൽ മൗത ലിഫിറാഖിഹ, ഈ സമ്പത്തൊക്കെ വിട്ട് മരിച്ചു പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് അവൻ മരണത്തെ വെറുക്കുകയില്ല. ഇത് 3 ഉണ്ടെങ്കിൽ അവൻ സാഹിദാണ്, എത്ര സമ്പത്തുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിലെ സുഹദ് എന്ന് പറയുന്നതിന് ദാരിദ്ര്യവുമായി ബന്ധമില്ല. ചിലപ്പോൾ ഒരാൾ വലിയ സമ്പന്നനായിരിക്കും, സാഹിദായിരിക്കും. ചിലപ്പോൾ ഒരാൾ അങ്ങേയറ്റം ഫക്കീറായിരിക്കും, ദരിദ്രനായിരിക്കും, അവന്റെ മനസ്സ് മുഴുവൻ ദുനിയാവായിരിക്കും. നമ്മളൊക്കെ പോലെ ദുനിയാവൊന്നും കയ്യിലുണ്ടാവുകയില്ല, പക്ഷെ മനസ്സിൽ ദുനിയാവായിരിക്കും. അപ്പോൾ സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് നമ്മുടെ കൽബിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സുഹദിന്റെ അർത്ഥം. സമ്പത്ത് കയ്യിലുണ്ടാകാം, ഉണ്ടാവാതിരിക്കാം, അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ കൽബിൽ, നമ്മുടെ മനസ്സിൽ ദുനിയാവ് ഉണ്ടാകരുത്, ദുനിയാവിനോട് ഹുബ്ബുണ്ടാകരുത്. കാരണം സുഹദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് 4 കാര്യങ്ങളോട് താല്പര്യമില്ലാതിരിക്കുന്നതാണ് സുഹദ്. ഒന്ന്, ഹറാമുകൾ, ഹറാമിനോട് താല്പര്യം ഉണ്ടാകരുത്. ഒരു വലിയ ദരിദ്രനായ ഒരാൾ, അയാൾ കള്ളു കുടിക്കുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്. വളരെ സമ്പന്നനായ ഒരാൾ, അയാളുടെ സമ്പത്ത് കൊണ്ട് 4 കല്യാണം കഴിച്ചിട്ടുണ്ട്, കള്ളു കുടിക്കുന്നില്ല, അതിന് പകരം അയാൾ വളരെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആരാ ഇതിൽ സാഹിദ്? ഈ സമ്പന്നനാണ്. കാരണം ഒന്നാമത്തെ സുഹദ് ഹറാമിനോടുള്ള സുഹദാണ്, ഹറാമിനോടുള്ള വെറുപ്പാണ്. അതാണ് വേണ്ടത്, അത് ഇവനുണ്ട്. മറ്റേ സാധു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പാവം, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ നൗദുബില്ല വ്യഭിചരിക്കുന്നുണ്ട്. 3 നേരം ഭക്ഷണത്തിന് വകുപ്പില്ല, പക്ഷെ കള്ളു കുടിക്കുന്നുണ്ട്. ഭക്ഷണം ഇല്ലാത്തത് സമ്പത്തില്ലാത്തതുകൊണ്ടാണ്, പണം ഇല്ലാത്തതുകൊണ്ടാണ്, തിന്നാൻ കഴിയാത്തതുകൊണ്ടാണ്. പക്ഷെ കള്ളു വെറുതെ കിട്ടിയാൽ കുടിക്കും. അവൻ ജാഹിദല്ല, അവൻ ഫക്കീറാണ്, പക്ഷെ ജാഹിദല്ല. രണ്ടാമത് സുഹദ് വേണ്ടത് എന്തിനോടാണ്? കറാഹത്തായ കാര്യങ്ങൾ, മക്രൂഹായ കാര്യങ്ങൾ. അത് അടുത്ത സ്റ്റേജാണ്. ആദ്യം ഹറാമുകൾ മുഴുവൻ ഒഴിവാക്കുക, രണ്ടാമത്തേത് മക്രൂഹായ കാര്യങ്ങളുണ്ടാവും. കറാഹത്താണ്, ഹറാമല്ല. ഉദാഹരണത്തിന് അധികവും ആദാബുകളുടെ കാര്യത്തിലാണ് കറാഹത്തായ കാര്യങ്ങൾ ഉണ്ടാവുക, അദബുകളായിട്ടുള്ള കാര്യങ്ങൾ. ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക മക്രൂഹാണ്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മക്രൂഹായ കാര്യങ്ങൾ അത് ഒഴിവാക്കും. മൂന്നാമത്തേത് മുഷ്തബിഹാത്ത്, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ. നമുക്ക് സംശയം, ഇത് ഹറാമാണോ ഹലാലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കും. മുസ്തബിഹാത്തിന് ഉദാഹരണം പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലേക്ക് സംശയം ഉണ്ടാവാം. അതുകൊണ്ട് ഒരു കാര്യം സംശയം പറഞ്ഞാൽ അത് നിങ്ങളാരും യോജിക്കില്ല, അപ്പോൾ അത് പറയുന്നില്ല. മുസ്തബിഹാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നാലാമത്തേത് ഫുദൂലുൽ മുബാഹാത്ത്, ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഹലാലുകൾ. ഒരാൾക്കൊരു ഫോണുണ്ട്, ഇപ്പോൾ വേറൊരു ഫോൺ കൂടി, കുറച്ചുകൂടി വില കൂടിയൊരു ഫോൺ, സൗകര്യത്തിനല്ല, സൗകര്യം കൂടിയതല്ല, വില കൂടുതലാണ്, അതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പുതിയതാണ്, പുതിയ മോഡലാണ്. എന്താണ് ഈ പുതിയ മോഡൽ, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അറിയില്ല, അതെന്തിനാണ് വാങ്ങുന്നത് എന്നറിയില്ല, അതുകൊണ്ട് ഉപയോഗമൊന്നും അവനറിയില്ല, പക്ഷെ വെറുതെ പുതിയതായതുകൊണ്ട് വാങ്ങുന്നു. കാറുണ്ട്, പുതിയൊരു കാറ്, ആവശ്യമുണ്ടായിട്ടല്ല. ഇങ്ങനെ ഫുദൂലുൽ മുബാഹാത്ത്, ഹലാലാണ് സംഗതി, പക്ഷെ നമുക്ക് ആവശ്യമില്ല. വസ്ത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, നല്ല ഭംഗിയുള്ള, നമ്മുടെ ആവശ്യത്തിന് തികയുന്ന അത്രയും വസ്ത്രമുണ്ട്, വെറുതെ പിന്നെയും വാങ്ങിക്കൂട്ടുക.
ഇങ്ങനെ ഫുദൂലുൽ മുബാഹാത്ത്. ഇതിനോട് ഈ 4 കാര്യങ്ങളോട് മനസ്സിൽ താല്പര്യമില്ലാതെയാവുക, ഇത് 4 ഒഴിവാക്കുക, അതാണ് സുഹൃദ് എന്ന് പറയുന്നത്. ഇത് 4 ഉണ്ടോ സാഹിദായി? ഈ 4 പണം എന്ന് നമ്മൾ പറഞ്ഞോ? സമ്പത്ത് എന്ന് പറഞ്ഞോ? ഇല്ല. സമ്പത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ഹറാമ്, മക്രൂഹ്, മുസ്തബിഹാത്ത്, മുബാഹ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഹറാമാണെങ്കിൽ ഒഴിവാക്കണം. ഒരാൾ ബാങ്കിൽ ജോലി ചെയ്ത് നല്ല ശമ്പളം വാങ്ങുന്നുണ്ട്, അപ്പോൾ ആ ജോലി ഒഴിവാക്കേണ്ടി വരും. സാഹിദാണെങ്കിൽ അവൻ ആ ജോലി ഒഴിവാക്കും. അതുപോലെ തന്നെ മക്രൂഹായ കാര്യങ്ങൾ, മക്രൂഹായ സമ്പത്ത്, അത് ഒഴിവാക്കുന്നത് സുഹുദിന്റെ ഭാഗമാണ്, സുഹുദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. മുസ്തബിഹായ ഹലാലോ ഹറാമെന്ന് സംശയമുള്ളത്, അത് ഒഴിവാക്കുന്നത് സുഹുദിന്റെ ഭാഗമാണ്. ഫുദൂലുൽ മുബാഹാത്ത് ഒഴിവാക്കുന്ന സുഹുദിന്റെ ഭാഗമാണ്. കയ്യിൽ ഹലാലായ മാർഗത്തിൽ അള്ളാഹു നമുക്ക് തന്ന സമ്പത്തുണ്ട്, അത് വെറുതെ ഒഴിവാക്കുക എന്ന് പറയുന്നത് സുഹുദിന്റെ ഭാഗമാണോ? അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സമ്പത്ത് എത്രയുള്ളത് ഉണ്ടായാലും കുഴപ്പമില്ല, അത് മനസ്സിൽ ഉണ്ടാവാതിരുന്നാൽ മതി. മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലേ ഞങ്ങൾ അറിയാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. മനസ്സിൽ കടന്നിട്ടുണ്ടോ എന്നറിയാൻ. ആ സമ്പത്ത് കുറഞ്ഞാൽ നമ്മൾ പരിധി വിട്ട് വിഷമിക്കുകയില്ല, സമ്പത്ത് കൂടിയാൽ പരിധി വിട്ട് സന്തോഷിക്കുകയുമില്ല, അഹങ്കരിക്കുകയില്ല. മരണം നമ്മൾ വെറുക്കുകയില്ല, മരണം നമ്മൾ മറക്കുകയില്ല. ചില ആളുകൾ അവർ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ച് മരണത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. അല്ല, വയസ്സെത്ര ആയിട്ടുണ്ട്? 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ് 80 വയസ്സായാലും പിന്നെയും പ്ലാനുകളാണ്, ദുനിയാവിൻ്റെ പ്ലാനുകൾ. സമ്പാദിക്കുന്നതിന് തെറ്റില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അധ്വാനിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ ദീനിനെക്കുറിച്ചോ അവൻ്റെ ഇബാദത്തുകളെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല, ദുനിയാവിൻ്റെ ചിന്ത മാത്രം. അങ്ങനെ ആവരുത്, അത് സുഹുദിന്റെ ലക്ഷണമല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. സുഹുദിന് ഒരു സാഹിദായ മനുഷ്യൻ, വിരക്തിയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും ജീവിക്കുക? അവൻ ദുനിയാവിനെ കാണുക ഒരു കഴുതയെ പോലെയാണ്. കഴുത അന്നത്തെ വാഹനമാണ് കഴുത എന്ന് പറയുന്നത്. കഴുത ആവശ്യമാണ്, യാത്ര ചെയ്യാൻ കഴുത വേണം. പക്ഷെ കഴുത എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമോ? ഇല്ല. കഴുതയെക്കുറിച്ച് ഓർത്തിങ്ങനെ മനസ്സിലെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമോ? ഇല്ല. അത് യാത്രക്ക് ആവശ്യം വരുമ്പോൾ അതിൻ്റെ പുറത്ത് കയറും, യാത്ര ചെയ്യും, ആവശ്യം കഴിഞ്ഞാൽ അതിനെ കെട്ടിയിടും, അത്രയേ ഉള്ളൂ. അതുപോലെ ആയിരിക്കണം ദുനിയാവിൻ്റെ വിഭവങ്ങളോട് ഒരു മനുഷ്യന്റെ സമീപനം. ഇതാണ് സുഹുദ് എന്ന് പറയുന്നത്. അതൊരിക്കലും സമ്പത്ത് ഉണ്ടാകരുത് എന്ന് അർത്ഥമില്ല. നേരെ മറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, സമ്പത്ത് ഉണ്ടാകുന്നതാണ് സുഹുദ് ഉണ്ടാകാൻ നല്ലത്. കാരണം എന്താ? മനുഷ്യന്റെ സ്വഭാവമാണ്, അവന്റെ കയ്യിൽ എന്താണോ ഇല്ലാത്തത് അതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ദുനിയാവിനോട് താല്പര്യം ഇല്ലാത്തതാണല്ലോ സുഹുദ് എന്ന് പറയുന്നത്. നമുക്കില്ലാത്തതിനോട് നമുക്ക് വലിയ താല്പര്യമായിരിക്കും. കയ്യിലുണ്ടായാൽ അത് പിന്നെ നമുക്ക് അത്ര താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ സമ്പാദിക്കുന്നതാണ് സുഹുദ് ഉണ്ടാകാൻ നല്ലത് എന്ന് എൻ്റെ വാക്കല്ല, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാ പറഞ്ഞതായി അദ്ദേഹം അടുത്ത അസർ ഉദ്ധരിക്കുന്നു. സമയത്ത് സുഫിയാൻ അസ്-സൗരി യഖൂൽ അൽ മാലു ഫി ഹാദ സമാനി സിലാഹ്. ഇക്കാലത്ത് സമ്പത്ത് ആയുധമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കാരണം. ആളുകൾ ഫസാദാവുന്നതിനനുസരിച്ച് സമ്പത്തില്ലാത്ത ആളുകൾക്ക് പല തിന്മകളും ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അവരെ ആളുകൾ നിർബന്ധിച്ച് തിന്മകൾ ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ സ്കൂളുകൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? പാവപ്പെട്ടവനാണെങ്കിൽ അവന് ഗവൺമെൻറ് സ്കൂളിൽ പോയി ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, അവരെന്താണോ പറയുന്നത് അതൊക്കെ ചെയ്യണം. സമ്പത്തുണ്ടെങ്കിലോ അവന് ഇസ്ലാമിക മര്യാദകൾ അനുസരിച്ചുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റും, അവിടെ ഫീസ് ഉണ്ടാകും, അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഒരു സ്കൂൾ തുടങ്ങാൻ പറ്റും, അതൊക്കെ സാധിക്കും. അല്ലാത്തവർക്ക് അവരെ മറ്റുള്ളവർ തോന്നിയതൊക്കെ ചെയ്യിപ്പിക്കും. അതാണ് സുഫിയാൻ അസ്-സൗരി പറയുന്നത്, അൽമാലു ഫി ഹാദ സമാൻ സിലാഹ്. സമ്പത്ത് എന്ന് പറയുന്നത് ഇക്കാലത്ത് ആയുധമാണ്. ചിലപ്പോൾ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, സമ്പത്തില്ലാത്തത് കാരണം വീട്ടിലെ സ്ത്രീകൾ ജോലിക്ക് പോകേണ്ട അവസ്ഥ വരും. അങ്ങനെ ഉണ്ടായ എത്ര ആളുകളാണ് നമുക്കറിയാം. വളരെ നല്ല രൂപത്തിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന സ്ത്രീകൾ, സ്ത്രീകൾക്ക് ജോലി ചെയ്യൽ ഹറാമല്ല, പക്ഷേ ഇഖ്തിലാത്ത്, അന്യ പുരുഷന്മാരുടെ കൂടെ ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ, അതുപോലെ അവരുടെ ഔറത്ത് മറക്കാൻ പറ്റാത്ത സ്ഥലത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകും. എന്താ കാരണം? കൂടെയുള്ള പുരുഷന്മാർ അവർ സമ്പാദിക്കാത്തതാണ് കാരണം. അങ്ങനെ ഒരാളുടെ കഴിവിൽപ്പെടാത്ത സാഹചര്യമാണെങ്കിൽ അത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ അത്തരം ആളുകളെ കുറ്റം പറയുകയല്ല. പക്ഷേ അധ്വാനിക്കാത്തത് കൊണ്ട്, സമ്പാദിക്കാത്തത് കൊണ്ട്, നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട്, മുൻകൂട്ടി കാണാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അത് അപകടമാണ്. അതാണ് സുഫിയാൻ അസ്-സൗരിയുടെ പറഞ്ഞത്, അൽ മാലു ഫി ഹാദ സമാനി സിലാഹുൻ. മാത്രമല്ല നമുക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ പറ്റും. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടാവും. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരൻ്റെ മക്കൾ, പെൺകുട്ടികൾ, അവരിതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. എന്താ കാരണം? അങ്ങനെയുള്ള കുടുംബങ്ങൾ കാണാം. ഉപ്പ പണിയെടുക്കാത്തത് കൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഞാൻ പഠിച്ച് ജോലി നേടണം എന്നുള്ള വാശി. എന്താ കാരണം? ഉപ്പ അധ്വാനിക്കാത്ത അനുഭവം അവർ ചെറുപ്പത്തിൽ
അവർ അനുഭവിച്ച ദുരിതങ്ങൾ അതില്ലാതെയാക്കണം എന്നുള്ള ചിന്ത. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് ദാരിദ്ര്യം കാരണമാകാറുണ്ട്. അപ്പോൾ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയുന്ന കാര്യം ഇതാണ്, അൽമാലു ഫി ഹാദ സമാൻ സിലാഹ്. അടുത്ത അസർ ഇത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. أخبرنا أحمد بن منصور الرمادي قال حدثنا عبد الرزاق قال محمد بن ثور كان سفيان الثوري يمر بنا ونحن جلوس في المسجد الحرام. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഹറമിൽ ഇരിക്കുകയാണ് മക്കത്ത്. അദ്ദേഹം പറയും, മാ യുജ്ലിസുക്കും ഫയഖൂൽ മാ യുജ്ലിസുക്കും, നിങ്ങൾ ഇരിക്കുന്നത് എന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിക്കും. ഫനഖൂലു ഫമാ നസ്ന, ഇരിക്കല്ലാതെ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയും, ഉത്ലുബു മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഫദ്ൽ അന്വേഷിക്കുക, അധ്വാനിക്കുക. വലാ തകൂനു അയാലൻ അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഒരു ഭാരമാകരുത് നിങ്ങൾ എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അധ്വാനിക്കുക എന്നുള്ളത് അതിന്റെ ലക്ഷ്യം ഇതാണ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ ആശ്രയിക്കുന്നത് അള്ളാഹുവിനെ ആയിരിക്കണം. അതാണ് ഈ പറയുന്നതിന്റെ രഹസ്യം. ഈ വലിയ വലിയ ഇമാമിങ്ങളൊക്കെ ഇക്കാര്യം പറയാനുള്ള കാരണം എന്താണ്? തൗഹീദുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ആളുകളുടെ മുന്നിൽ കൈനീട്ടിയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും. ഈമാൻ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തൗഹീദ് ദുർബലമായി. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ മാത്രം അവലംബിക്കുക. അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് നമുക്ക് യാതൊരു തരത്തിലുള്ള വിധേയത്വം ഉണ്ടാകരുത്, തലകുനിക്കരുത്. സമ്പത്തില്ലെങ്കിൽ തലകുനിക്കേണ്ടി വരും. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വാങ്ങി കുടിച്ചാൽ നമ്മൾ അവന്റെ മുന്നിൽ ആ ഒരു ഗ്ലാസിന്റെ അത്രയും തലകുനിക്കേണ്ടി വരും. അത്രയും ദില്ലത്ത് നമുക്ക് വന്നു. ഒരാളുടെ അടുത്തുനിന്ന് ഒരു ഔദാര്യം വാങ്ങിയാൽ, ചെറിയ വസ്തുവാണ്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഇറക്ക് വെള്ളം എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ ചെറിയ ഒരു വിധേയത്വം നമുക്ക് വരും. എത്ര കൂടുതൽ വാങ്ങുന്നോ അതനുസരിച്ച്. ഒരാൾ ആരെയും ആശ്രയിക്കാത്തവനാണെങ്കിലോ, നേരെ മറിച്ച് അങ്ങോട്ട് നന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് ഇഹ്സാൻ ചെയ്യുന്നവനാണെങ്കിലോ, അവന്റെ മനസ്സിൽ അള്ളാഹുവിനോട് മാത്രമേ വിധേയത്വമുള്ളൂ. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് സൂറത്ത് ലൈലിന്റെ അവസാനത്തെ ആയത്തിൽ, സയുജന്നബുൽ അത്ഖ അല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. അദ്ദേഹം തന്റെ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നു. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, ആ ചെലവഴിക്കുന്നത് പ്രത്യുപകാരമായിട്ടല്ല, ആരുടെ അടുത്തുനിന്നും അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല, അതിന് പകരം അങ്ങോട്ട് കൊടുക്കുന്നതല്ല, അള്ളാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം. ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, അള്ളാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം. വല സൗഫ യർദ. ഇത് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഒരാൾക്കും അദ്ദേഹം തലകുനിച്ചു കൊടുത്തിട്ടില്ല, ഒരാളുടെ അടുത്തുനിന്ന് ഒരു ഔദാര്യം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, മറ്റുള്ളവർ അദ്ദേഹത്തോട് കടപ്പെട്ടവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സന്ധി സംഭാഷണത്തിന് വേണ്ടി മുശ്രിക്കുകൾ വന്നപ്പോൾ ഹുദൈബിയ സന്ധിയിൽ ഒരു മുശ്രിക്ക് കുറച്ച് മോശമായി സംസാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ അൻസാരികളെ കണ്ട് നീ ഞങ്ങൾക്കെതിരെ കളിക്കണ്ട, ഞങ്ങൾ ഖുറൈശികളാണ്, നമ്മൾ കുടുംബക്കാരാണ്. ഈ മദീനക്കാരെ കണ്ട് നീ ഞങ്ങളോട് പ്രശ്നത്തിന് വരണ്ട. നമ്മൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ഇവർ നിന്നെ വിട്ട് ഓടിപ്പോകും, നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞു തിരിച്ചു, വളരെ കടുത്ത ഭാഷയിൽ നല്ല ഒരു ചീത്ത വാക്ക് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ സാധാരണ ചീത്ത പറയുന്ന ആളുകളല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഈ മറുഭാഗത്തുള്ള ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ജാഹിലിയ കാലത്ത് നീ എനിക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്, അതില്ലായിരുന്നെങ്കിൽ ഞാൻ അതിന് മറുപടി പറയുമായിരുന്നു. അപ്പോൾ ജാഹിലിയ കാലത്ത് മക്കയിലുണ്ടായിരുന്ന വലിയ നേതാക്കന്മാർ, ഉർവത്ത് മസ്ഊദ് സഖഫി എന്ന് പറയുന്നത് സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ്, അവർക്ക് വരെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, വലിയ വലിയ നേതാക്കന്മാർ. അതുപോലെ തന്നെ ധാരാളം അടിമകളായ സഹാബികളെ വാങ്ങി അദ്ദേഹം സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ അദ്ദേഹത്തോട് ചോദിക്കും, നീ അടിമകളെ ഇങ്ങനെ സ്വതന്ത്രരാക്കുമ്പോൾ കുറച്ച് ആരോഗ്യമുള്ള അടിമകളെ വാങ്ങിക്കൂടെ? അദ്ദേഹം വളരെ ദുർബലരായ ആളുകളെയാണ് വാങ്ങുന്നത്. അതിന് പകരം കുറച്ച് ആരോഗ്യമുള്ള ആളുകളെ വാങ്ങുകയാണെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിന്നെ സഹായിക്കാൻ ഇവർ വരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കുകയില്ല, അത് വകവെക്കുകയില്ല. ആരെയാണോ മുശ്രിക്കുകൾ പീഡിപ്പിക്കുന്നത് അവനെ വാങ്ങി മോചിപ്പിക്കും. അതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. അവൻ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് മാത്രമായിരിക്കും. അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആരെയും ആശ്രയിക്കാതിരിക്കണം. ആശ്രയിച്ചു കഴിഞ്ഞാൽ അവനോടുള്ള നമ്മുടെ ഇടപാട് പിന്നെ ഇഖ്ലാസോടുകൂടി ആയിരിക്കില്ല. നമ്മൾ ഒരാൾ നമുക്ക് ഉപകാരം ചെയ്യുന്നു, നമ്മെ സഹായിക്കുന്നു, അവനെ കാണുമ്പോൾ അവനോട് നമ്മൾ സലാം പറയുന്നത് പോലും അവൻ്റെ ആ ഉപകാരം ഓർത്തിട്ടായിരിക്കും.
അല്ല നമ്മുടെ മുമ്പിൽ രണ്ടാൾ നിൽക്കുന്നുണ്ട്, അവർ രണ്ടുപേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉപകാരം ചെയ്ത ഒരാൾ ആ രണ്ടിൽ ഒരാളുണ്ടെങ്കിൽ അയാളോട് നമ്മൾ കുറച്ച് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറും, കൂടുതൽ താഴ്മ കാണിക്കും. ഇതൊക്കെ നമ്മൾ ഇഖ്ലാസിന് സൂക്ഷ്മമായ അർത്ഥത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ശിർക്കുൻ അക്ബർ അല്ല, പക്ഷേ നമ്മുടെ തൗഹീദിന്റെ പൂർണ്ണതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മുൻഗാമികൾ ഇത്രയും ഗൗരവമായി കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ദീനിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ട കാര്യമാണ് ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുന്നത്. ഹലാലായ മാർഗത്തിലായിരിക്കണം, ഹറാമായ മാർഗമല്ല, അല്ലെങ്കിൽ ശുബ്ഹാത്തുകൾ സംശയമുള്ള കാര്യങ്ങളല്ല. ഹലാലാണെന്ന് ഉറപ്പുള്ള മാർഗത്തിൽ സമ്പാദിക്കുക. അതാണ് മുൻഗാമികളുടെ മാർഗം, അമ്പിയാക്കളുടെ മാർഗം. നബിമാർ ജോലി ചെയ്തിരുന്നു. ദാവൂദ് അലൈഹി സ്വലാം കാന യഅ്കുലു മിൻ കസ്ബി യദിഹി, തന്റെ കൈകൊണ്ട് അധ്വാനിച്ചായിരുന്നു തിന്നിരുന്നത്. രാജാവാണ്, നബിയാണ്. രാജാവായതുകൊണ്ട് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, നബി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ജോലികളുണ്ട്. ദീൻ പഠിപ്പിക്കണം, ദഅവത്ത് ചെയ്യണം, കേസുകൾ തീർക്കണം, വിധി പറയണം, യുദ്ധം ചെയ്യണം, എല്ലാം ചെയ്യാനുണ്ട്. എന്നിട്ടും അദ്ദേഹം അധ്വാനിച്ച് തിന്നിരുന്നു. എന്തുകൊണ്ട്? അധ്വാനിച്ച് തിന്നതിന്റെ മഹത്വം കൊണ്ട്. സഹാബത്ത് അധ്വാനിക്കുന്നവരായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജോലി, ഒരു ദിവസം ദീനി പഠനം. അപ്പോൾ നമ്മുടെ ഈ ഒരു വശത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മൾ തിന്നുന്നത് എന്താണ്? ഹലാലാണോ? അതുപോലെ തന്നെ ആരുടെയും ഔദാര്യമില്ലാത്തതാണോ എന്നൊക്കെ ചിന്തിക്കണം. ദീൻ പഠിക്കുന്നവരായാലും പഠിപ്പിക്കുന്നവരായാലും അല്ലാത്തവരായാലും എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവനെ മാത്രം ആശ്രയിച്ച് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നവരായി ജീവിക്കാനുള്ള തൗഫീഖ്, സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.